കഴിഞ്ഞ പ്രിവ്യൂല്, കഴിഞ്ഞ പോഡ്കാസ്റ്റില് എനിക്കൊന്ന് എന്റെയും ഓബിന്റെയും പ്രൊഡിക്ഷൻ കറക്റ്റ് ആയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞത് 2-1 അല്ലേ? ഓബി 2-1 അല്ലേ പറഞ്ഞത്? ആ, പക്ഷെ ഒറ്റ പ്രശ്നം പറ്റിപ്പോയി. ഏത് ടീമാണ് നമ്മൾ പറയാൻ വിട്ടു. എന്താണ് ഈ ഒരു കഴിഞ്ഞ പോഡ്കാസ്റ്റില് ഓബിൻ മോളിലും സുദീപ് താഴെയായിരുന്നു. ആ, ഇപ്പൊ ഓക്കെ. 3 മാച്ചിൽ 6 പോയിന്റ് എന്ന് പറയുന്നത് ഒരു മാച്ചിൽ 2 പോയിന്റ്. ഒരു മാച്ചിൽ 2 പോയിന്റ് എന്ന് പറയുന്നത് 38 മാച്ചിൽ 76 പോയിന്റ് അല്ലേ? എന്റെ മാത്സ് ഭയങ്കര വീക്കാണ്, പക്ഷെ കറക്റ്റ് ആണ്. ഞാൻ മാച്ച് കഴിഞ്ഞ പാടെ നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞു, വി ആർ ഷോയിങ് ടോപ്പ് 4 ഫോം. ഒരു ടോപ്പ് 4 ടീമിന്റെ പോയിന്റ് കിട്ടാനുള്ള ഫോമാണ് നമ്മൾ കാണിക്കുന്നത്. ഒരു ടോപ്പ് 4 ടീമിന്റെ എല്ലാ സ്വഭാവ സവിശേഷതകളും നമ്മുടെ ടീമിനുണ്ട്. അത് അന്വർത്ഥമാക്കും വിധം യുണൈറ്റഡും തോറ്റു, ആസ്റ്റൺ വില്ല തോറ്റു. ഇതൊക്കെ ആണെങ്കിലും ഇറ്റ് വാസ് എ ഗോൾഡൻ ചാൻസ് ഫോർ us to cement our top. അല്ല, ഒരു മിനിറ്റ്, കുഴപ്പമില്ല, ലൈറ്റ് ഓൺ ആക്കാൻ പറഞ്ഞു. ഇപ്പൊ മുഖഗാന്ധി കൂടിയില്ലേ? അപ്പൊ പറഞ്ഞു വന്നത്, ഇതാണ് നമ്മുടെ ടീമിന്റെ സ്റ്റാൻഡേർഡ്. ഒരുപാട് അത് സന്തോഷത്തോട് പറയുന്നല്ല, ഒരുപാട് പേര് ഗ്രൂപ്പിൽ ലിവർപൂൾ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ദിസ് ഇസ് നോട്ട് ഹൂ വി ആർ, ദിസ് ഇസ് വാട്ട് വി ആർ എന്നൊക്കെ കുറെ സംസാരം ഉണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ്. വി ആർ ഗോയിങ് ടു ലൂസ് ഗെയിംസ് ലൈക്ക് ദിസ് വൺസ് ഇൻ എ വൈൽ. വി ആർ ഗോണ ഡ്രോ ഫ്യൂ ഗെയിംസ് ലൈക്ക് ദിസ്. നമുക്കൊരു 5 കളി ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ 3 എണ്ണം ജയിക്കും, അല്ലെങ്കിൽ 2 എണ്ണം ജയിക്കും, 2 എണ്ണം ഡ്രോ, 1 എണ്ണം പൊട്ടും. ഇസ് ഇറ്റ് ആക്സെപ്റ്റബിൾ ഓർ നോട്ട് എന്നുള്ള ഒരു ടോപ്പിക്കാണ്. മാച്ചിനെ കുറിച്ച് ഡീറ്റെയിൽ പോകുന്നതിന് മുമ്പ് ഇതൊന്ന് അഡ്രസ് ചെയ്തിട്ട് നമുക്ക് മാച്ചിനെ കുറിച്ച് സംസാരിക്കാം. ഇവിടെ സുദീപ് ക്ലിയർലി സ്ലോട്ട് ഇന്നാണ്. ഓബിൻ എന്താണെന്ന് എനിക്കറിയില്ല. എന്റെ സ്റ്റാൻഡ് ഏകദേശം ഡിസംബർ തൊട്ട് ഞാൻ പറയുന്നുണ്ട്, സീസൺ കഴിഞ്ഞിട്ട് ഒരു റിവ്യൂ വേണം. ആ റിവ്യൂവിൽ ഒരു ഡിസിഷൻ എടുക്കണം. അതായത് സ്ലോട്ട് ഈ ക്ലബിൽ നിൽക്കണോ വേണ്ടയോ എന്ന് സ്ലോട്ട് അടക്കമുള്ള ഒരു 3 അംഗ സംഘമുണ്ട്. എഡ്വേർഡ്സ്, ഹ്യൂസ്, സ്ലോട്ട്. ഈ 3 പേരാണ്. ഇവരെ 3 പേരെ ഞാൻ ഒരു എൻറ്റിറ്റി ആയിട്ടാണ് കാണുന്നത്. ഇതിൽ ഒരാളെ മാത്രം പുറത്താക്കിക്കൊണ്ട് കാര്യമില്ല എന്ന് ബിലീവ് ചെയ്യുന്ന ആളാണ് ഞാൻ. കാരണം സ്ലോട്ട് പോയി കഴിഞ്ഞാൽ ഈ 2 പേരാണ് അപ്പോയിന്റ് ചെയ്ത് പുതിയ മാനേജറെ. അപ്പോ അതിന്റെ ഒരു ആവശ്യമുണ്ട്. അതോടൊപ്പം നമ്മുടെ സ്ക്വാഡിന്റെ എന്താ പറയാ, ഒരു മേക്കപ്പ് ഈ സമ്മറിൽ വീണ്ടും ഒരു ട്രാൻസിഷനിലേക്ക് പോകാനുള്ള സാധ്യത വീണ്ടും ഞാൻ കാണുന്നുണ്ട്. സല പോകും, ആലിസന്റെ ഫോമും വാൻഡൈക്കിന്റെ ഫോമും ക്വസ്റ്റ്യനബിൾ ആണ്. ഓവറോൾ കഴിഞ്ഞ സീസൺ ലീഗ് അടിച്ച ടീം ഇത്രയും ഒരു ലെവലിൽ എത്തി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ഫാൻസും, ഞാൻ പറയുന്നത് പിൻ പോയിന്റ്, അതായത് പ്ലേയേഴ്സിനെ പോയിന്റ് ചെയ്യാണ്ട്, മാനേജറെ പോയിന്റ് ചെയ്യാണ്ട് ഫാൻസും ഒന്ന് അനലൈസ് ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഒരുപാട് ഡിസിഷൻസ്, എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു സെപ്പറേറ്റ് പോഡ്കാസ്റ്റ് ചെയ്യാവുന്നതാണ്. കാരണം ഒരുപാട് ഡിസിഷൻ ടു സെൽ ഡിയാസ് തൊട്ട് ഡിസിഷൻ ടു കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് എന്ന് പറയാൻ പറ്റില്ല, ടു കംപ്ലീറ്റ്ലി ക്യാൻസൽ ഔട്ട് ഹാർവി എലിയറ്റ് സീസൺ. ഇംഗ്ലണ്ടിന് വേണ്ടി കളിക്കാൻ വേണ്ടി പാവത്താൻ പോയതാണ്. സോ അങ്ങനെ കുറെ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാനുണ്ട്. വെൽക്കം ടു ദ പോഡ്കാസ്റ്റ്. ആർക്ക് വേണമെങ്കിലും സംസാരിക്കും. സോ എവിടുന്ന് തുടങ്ങും തന്നെ അറിയില്ലല്ലോ. ഫസ്റ്റ് ഓഫ്, pathetic performance
റിസൾട്ട് വൈസ് അല്ല, പെർഫോമൻസ് വൈസ് തന്നെ. ആവറേജ് പോയിന്റ് എടുത്തിട്ട് ഹൗവർ യു വാണ്ട് ടു ട്വിസ്റ്റ് ഇറ്റ് അറൗണ്ട്, ടോപ്പ് 4 ആണെന്നോ ടോപ്പ് 2 ആണെന്നോ ഈവൻ ചാമ്പ്യൻഷിപ്പ് ഫോം ആണ്, സോറി ചാമ്പ്യൻസ് ഫോം ആണെന്ന് പറഞ്ഞാലും ഇറ്റ്സ് നോട്ട് ആക്സെപ്റ്റബിൾ ടു പ്ലേ ദ വേ വി പ്ലേഡ്. റിസൾട്ട് പ്രോബബ്ലി ക്യാൻ ഗോ, എന്താ പറയാ 20th ഉള്ള ടീമാണ്, സോ ദേ ക്യാൻ നോട്ട് വിൻ അഗെയിൻസ്റ്റ് ചാമ്പ്യൻസ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഫുട്ബോൾ ക്യാൻ ഹാപ്പൻ. ദ എൻറ്റയർ പോർഷൻ ഓഫ് FA കപ്പ് എന്ന് പറയുന്നത് തന്നെ ഫെയറി ടെയിൽ സ്റ്റോറീസ് ഒക്കെയാണ്. ദാറ്റ് ക്യാൻ ഹാപ്പൻ ഇൻ ഫുട്ബോൾ, അണ്ടർസ്റ്റാൻഡബിൾ. പക്ഷെ ദ വേ വി പ്ലേഡ്, nowhere near the form of anybody who expects എന്താ top 4 പോട്ടെ, ഒരു top 10 ആണെങ്കിൽ പോലും നമുക്ക് അങ്ങനെ കളിക്കാം, ഇങ്ങനെ കളിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഒരു ചാൻസ് ഇല്ല. ഒക്കെ പോട്ടെ, ഫസ്റ്റ് ഹാഫ് ഓഫ് ദ സീസൺ ഈവൻ ജാനുവരി അവസാനം വരെ സ്ലോട്ട് പറഞ്ഞുകൊണ്ടായിരുന്നു സെറ്റ് പീസ്, നമുക്കെതിരെ സെറ്റ് പീസ് കളിക്കുന്നുണ്ടാണ് നമുക്ക് കളിക്കാൻ പറ്റാത്തത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ളത്. നമുക്കിപ്പോ ആ സെറ്റ് പീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഗോൾ അടിക്കാൻ പറ്റുള്ള അവസ്ഥയായി. കഴിഞ്ഞൊരു 7-8 ഗോളില് ഈ അവസാനം അടിച്ച മോസല ഗോൾ അല്ലാത്ത ബാക്കി എല്ലാം നമ്മൾ സെറ്റ് പീസ് മാത്രമേ അടിക്കുന്നുള്ളൂ. അത് നമ്മളെ ഓപ്പൺ പ്ലേ കംപ്ലീറ്റ്ലി ഇല്ലാണ്ടായി. അതിന് ഒരു വലിയ റീസൺ വേർഡ്സ് ഇല്ല എന്നുള്ളതാണ് കഴിഞ്ഞ 3 കളിയായിട്ട്. ബട്ട് ആർ വി ഓവർ റിലയന്റ് ഓൺ വൺ പേഴ്സൺ? അങ്ങനെയാണെങ്കിൽ വേർഡ്സ് ഇല്ലെങ്കിൽ കളിക്കൂലേ? സോ അവിടെയൊക്കെയാണ് ഇറ്റ്സ് മോർ പ്രസിംഗ്. ഈവൻ വെസ്റ്റ് ഹാം ഗെയിം കഴിഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞിരുന്നത്, ആദ്യത്തെ 20 മിനിറ്റിൽ 2 ഗോൾ, 30 മിനിറ്റിൽ 3ാമത്തെ ഗോള്, അത് അടിച്ച ഒറ്റ കാരണം കൊണ്ടാണ് നമ്മൾ ആ മാച്ച് കംഫർട്ടബിൾ ആയിട്ട് ഫിനിഷ് ചെയ്യുന്നത്. എല്ലാന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് മുന്നേ കളിച്ച നോട്ടിംഗ്ഹാം ആയാലും ഇത് ഏകദേശം ഇതുപോലത്തെ തന്നെ ആയിരുന്നു. ഇതിലും ഭേദം എന്നേ പറയാൻ പറ്റൂ. ബട്ട് എവിടെയും ഒരു അപ് ടു സ്റ്റാൻഡേർഡ് ലെവലിൽ എത്തിയിട്ടില്ല നമ്മള്. സോ അറ്റ് ദ എൻഡ് ഓഫ് സീസൺ സ്ലോട്ട് നിൽക്കണോ പോകണോ എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോം വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ദർ ഇസ് നോ പോയിന്റ് ഇൻ സ്റ്റേയിങ്. അത് ഓൺ ദ ഫീൽഡ് പ്ലേയിങ് എന്നുള്ളത് മാത്രമല്ല, ഓഫ് ദ ഫീൽഡ് എങ്ങനെ അവരെ പ്ലേയേഴ്സ് മാനേജ് ചെയ്യുന്നു എന്നുള്ളതിലുമാണ്. ജോൺസ് ഫോർ എക്സാമ്പിൾ, ആ ഇന്റർ മിലാൻ ട്രാൻസ്ഫർ സാഗ, ഹി വാണ്ട് ടു ഗോ ടു ഇന്റർ മിലാൻ, അല്ലെങ്കിൽ ഇന്റർ മിലാൻ വാണ്ട്സ് ടു സൈൻ ഹിം എന്ന് പറയുന്ന ആ ഒരു ന്യൂസ് വരുന്നവരെ ജോൺസ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ ടീം ആയിരുന്നു. ഒന്നെങ്കിൽ ഏർലി സബ് ആയിട്ട് വരും, അല്ലാന്നുണ്ടെങ്കിൽ ഹീൽ സ്റ്റാർട്ട് ഇൻസ്റ്റെഡ് ഓഫ് മെക്കാലിസ്റ്റർ, ഹീൽ സ്റ്റാർട്ട് ഇൻസ്റ്റെഡ് ഓഫ് ഡൊമിനിക് സോബോസ്ലൈ. എവിടെ ആർക്ക് റെസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഹി യൂസ് ടു സ്റ്റാർട്ട് ദ ഗെയിംസ്. ആ ഒരു ന്യൂസ് വന്നതിന് ശേഷം ഒരു കളിയെങ്ങാനാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ സബായിട്ട് വരികയാണെങ്കിൽ തന്നെ 85, 86, 87th മിനിറ്റ് അല്ലെങ്കിൽ 90th മിനിറ്റ്, നമ്മളെ ഒരു 17 year old 18 year old ഒക്കെ ഡെബ്യൂട്ട് ചെയ്യുന്നില്ല, നിയോണിയൊക്കെ ചെയ്യുന്ന പോലെ. ആ ഒരു ലെവലിലേക്ക് ജോൺസൺ ചുരുങ്ങിയിട്ടുണ്ട് ഇപ്പൊ. ആ സെയിം സാധനമാണ് ഇപ്പൊ കിയേസ, റിയോ ആണ് കൂട്ടത്തിൽ കുറച്ചും കൂടി നല്ലോണം കളിക്കുന്നുള്ളത് ഗെയിം ടൈം വെച്ചിട്ട്. അപ്പൊ ഇത്ര പോലെ നമുക്കൊരു സ്ക്വാഡ് റൊട്ടേഷനോ അല്ലെങ്കിൽ സ്ക്വാഡിന് മുകളിൽ ട്രസ്റ്റ് ഇല്ലെങ്കിൽ സിറ്റുവേഷൻ ഹാർഡ് ആകുമ്പോൾ പ്ലേയേഴ്സ് ഫോൺ പ്ലേ വെൽ ആസ് വെൽ. അവർക്കും വിചാരിക്കില്ല ഞാൻ ഇത്ര കാലം കളിപ്പിക്കുന്നില്ല, പിന്നെ ഇപ്പൊ ഈ 5 മിനിറ്റിലേക്ക് ഞാൻ എന്താക്കാനാ? ആ ഒരു മാൻ മാനേജ്മെന്റ് പാർട്ട് സ്ലോട്ട് തീരെയില്ല. അത് ഡെവലപ്പ് ആവാണ്ട് ഐ ഡോണ്ട് നോ വെദർ ഒരു ലിവർപൂൾ പോലെ അല്ലെങ്കിൽ ഏത് ടോപ്പ് ക്ലബ്സ് ആണെന്നുണ്ടെങ്കിലും മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ടാക്ടിക്സ് ക്യാൻ ഗോ വെൽ വെൻ യു നോ അതിനനുസരിച്ച് പ്ലേയേഴ്സ് അനുസരിക്കും എന്നുള്ളത്. ലിവർപൂൾ പ്ലേയേഴ്സ് അനുസരിക്കില്ല എന്നുള്ളതല്ല, ബട്ട് ആഫ്റ്റർ എ സെർട്ടൻ പോയിന്റ് അവരെ അങ്ങോട്ട് റെസ്പെക്ട് ചെയ്യണം. അത് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ടഫ് ടൈംസ് വരുമ്പോൾ പ്ലേയേഴ്സ് വോണ്ട് ബാക്ക് ഹിം അപ്പ്. റിവോൾട്ട് ചെയ്യുന്നുണ്ടാവില്ലേ ഉള്ളൂ. ഈ ഒരു ഇഷ്യൂ ഇപ്പോഴും കാണുന്നുണ്ടല്ലോ. ഒരു പ്ലെയറും ദേ ആർ നോട്ട് ഫീലിംഗ് കോൺഫിഡന്റ് ഇൻ ദംസെൽഫ്. എത്ര പ്ലെയറിന്റെ മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞാലും അവർക്കൊരു കളക്റ്റീവ് കോൺഫിഡൻസ് ഉണ്ടാവണ്ടേ? നമ്മുടെ ടീമിൽ അതിപ്പോ കാണുന്നില്ല. പോസിറ്റിവിറ്റി അല്ല, അതിപ്പോ എന്താ പറയാ, ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞു ടഫ് മാച്ച് ആയിരിക്കും വുൾസിന്റെ അടുത്തുള്ളത് എന്ന് പറഞ്ഞു. അവര് ഇപ്പോ കഴിഞ്ഞ 3 കളികള് ആഴ്സണലായിട്ട് ഡ്രോ, ആസ്റ്റൺ വില്ലെ തോൽപ്പിച്ചു, നമ്മളെ തോൽപ്പിച്ചു. അവര് ഒരു
റിലഗേഷൻ കൺഫേം ആയ ക്ലബിന്റെ പോലെ എല്ലാവരും കളിക്കണം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഭയങ്കര ഫ്രീ ആയിട്ട് കളിക്കാം. അവർക്ക് പ്ലേയേഴ്സിന് വേറെ ക്ലബ്സിൽ ഓഫർ കിട്ടാൻ പാകത്തിന് അവർ കളിക്കുന്നു. അങ്ങനെയുള്ള രീതിയിൽ അവർ ഫ്രീഡത്തോടു കൂടി കളിക്കുകയാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ നമ്മളെന്തോ ഫസ്റ്റ് ഹാഫിലൊക്കെ നമുക്ക് എല്ലാ മാച്ചിലും ഉണ്ടാവുന്ന ആ ഒരു പ്രശ്നം ഈ മാച്ചിന് മുമ്പ് ഫസ്റ്റ് ഹാഫില് ചാൻസ് ക്രിയേറ്റ് ചെയ്യാതെ പന്ത് പാസ് ചെയ്ത് കൺട്രോൾ ചെയ്ത് നിർത്തുക, അതൊന്ന് വേർഡ്സ് മിസ് ആയതാണ് ഒരു പ്രശ്നം വന്നത് അതിൽ. അത് ശരിയാണ്. അത് ഞാൻ ടാക്ടിക്സ് ഉള്ളിലേക്ക് പോകുന്നില്ല ആ മാച്ചിന്റെ. ഞാൻ പറഞ്ഞത് ഇങ്ങനെ വരാം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്കൊരു കീ പ്ലെയർ മിസ്സാവുമ്പോൾ ചിലപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് വരാം. കാരണം ഇത് മാത്രമല്ല, വേർഡ്സ് അതുപോലെ ഇസാക്ക് ഇവരൊക്കെയാണ് മെയിൻ പ്ലേയേഴ്സ് ആയിട്ട് നമ്മുടെ ഇതിലേക്ക് വന്നത്. ആ ഒരു സിസ്റ്റമാണ് സ്ലോട്ട് എപ്പോഴും കളിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോ ഉദാഹരണത്തിന് പറഞ്ഞ ഇസാക്കും എക്കിറ്റേക്കും അപ്പ് ഫ്രണ്ട്, അതിന്റെ താഴെ വേർഡ്സ് സൊബോസ്ലൈം, അതിന്റെ താഴെ മെക്ക ഗ്രേവി അല്ലെങ്കിൽ വേറൊരു മിഡ്ഫീൽഡർ, പിന്നെ വൈഡ് ആയിട്ടുള്ള വിഡ്ത്ത് കൊടുക്കാൻ ഫുൾ ബാക്സ് രണ്ടുപേര്. അങ്ങനെയുള്ള ഒരു സ്റ്റൈലാണ് കളിക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇപ്പൊ സലയാവുമ്പോ സലയ്ക്ക് അത് ചെയ്യാൻ പറ്റുന്ന കഴിഞ്ഞ ദിവസം സല അടിച്ച ഗോള് തന്നെ ഈ വിങ്ങിന്നല്ല പന്ത് എടുത്തത്. സാധാരണ നമുക്ക് പന്ത് പോകുന്ന സമയത്ത് സല വൈഡ് പോവുകയാണ് ചെയ്യാറ് യൂഷ്വലി. പക്ഷെ സെന്ററിൽ നിന്നാണ് ആ പന്ത് മിസ്റ്റേക്ക് വന്ന പന്ത് എടുക്കുന്നത്. സെന്ററിൽ നിന്ന് പോയി ഗോൾ അടിക്കും. സാധാരണ നമുക്ക് പൊസിഷൻ ഇല്ലാണ്ട് നമുക്ക് സൈഡിലേക്ക് മൂവ് ചെയ്യുന്ന സലയാണ്. സല പല കളികളിലും സലയുടെ പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നത് വിങ്ങിൽ നിന്ന് കയറി വരുമ്പോ അത് പറ്റുന്നില്ല. പഴയ പോലെ പേസിന്റെ പ്രശ്നം. ഒന്നോ രണ്ടോ തവണ സ്പീഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത്രയും സ്പീഡിലേക്ക് ഓടാൻ പറ്റുന്നില്ല. ഒന്ന് രണ്ട് പ്ലേയേഴ്സിനെ ബീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഡ്രിബിൾ ചെയ്ത് നമുക്കറിയാം ഫ്രിംഗ്പോങ് വരുമ്പോ ബീറ്റ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. സലയ്ക്ക് പറ്റാണ്ടി സൈഡിൽ നിന്ന്. അതൊന്ന്. പിന്നെ സലയുടെ ഫിനിഷിങ് പ്രശ്നം വന്നു തുടങ്ങി. ഫിനിഷിംഗ് ഒക്കെ ചാൻസ് മറ്റേത് സ്ഥിരമായിട്ട് ഗോൾ അടിച്ചുകൊണ്ടിരിക്കുമ്പോ കറക്റ്റ് ഫിനിഷിംഗ് ഒക്കെ പക്കയാണ്. ഇപ്പൊ ഒരു ടെൻഷൻ വന്ന പോലെ അവിടെ എത്തുമ്പോ അങ്ങനെ പെട്ടെന്ന് കുറെ അടിച്ച് പുറത്തേക്ക് പോവാ. കഴിഞ്ഞ ദിവസം ഗോൾ അടിച്ചു കറക്റ്റ്, ശരിയാണ്. പക്ഷെ ആ പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ ആ പൊസിഷൻ, സലയുടെ പൊസിഷൻ വീണ്ടും ആ സ്ട്രൈക്കർ പൊസിഷനിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഇതൊരു സൊല്യൂഷനിലേക്ക് പോകാൻ പറ്റും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് വിട്ട് കളഞ്ഞു തോന്നുന്നു. സലയും സ്ലോട്ടും തമ്മിൽ എത്രയായിട്ടും സല വൈഡ് തന്നെയാണ് നിൽക്കുന്നത്. ഈവൻ ഫ്രിംഗ്പോങ് വന്നപ്പോഴും ഫ്രിംഗ്പോങ് വരുമ്പോൾ ഉള്ളിലേക്ക് കയറി കളിക്കാം, പക്ഷെ എപ്പോഴും വൈഡ് നിൽക്കും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങള് മൊത്തത്തിലുണ്ട്. ഇത് പ്ലേയേഴ്സ് സ്ലോട്ട് പറയണത് പോലെ കളിക്കാത്തതാണോ, അങ്ങനെയുള്ള പ്ലേയേഴ്സിനെയാണോ സ്ലോട്ടായിട്ടുള്ള ബന്ധം വഷളാവണമെന്ന് അറിയില്ല. കാരണം വേർഡ്സ് ആയിട്ട് സ്ലോട്ടിന് പ്രശ്നമില്ല, എക്കിറ്റിക്കായിട്ട് പ്രശ്നമില്ല, കേക്കസ് ആയിട്ട് പ്രശ്നമൊന്നുമില്ല. അവരൊക്കെ ആയിട്ട് ഭയങ്കര എന്താണ് അവരാത് ടാക്ടിക്സ് അതനുസരിച്ച് ആ രീതിയിൽ കളിക്കുന്നു. പക്ഷെ ഈ പ്രശ്നങ്ങൾ വരുന്ന ഇവിടെ സല പോവും ഉടനെ. എന്തായാലും ഈ സീസൺ കഴിഞ്ഞിട്ടാവില്ല. VVDയും എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ദിവസം VVDയുടെ മിസ്റ്റേക്ക് ആയിരുന്നു. അതുപോലെ തന്നെ കൊണാറ്റയുടെ മിസ്റ്റേക്ക് വന്നു. അത് VVD അവിടെ ആ ഡുവല് മിസ് ചെയ്യുകയും ചെയ്തു. കൊണാറ്റെ ആ പന്തിന് വേണ്ടി ഇങ്ങോട്ട് ഓടി വരികയും ചെയ്തു. ആ ഡിഫൻസിൽ ആ പ്രശ്നം ഇപ്പോഴും ഉണ്ട്. നമ്മളെപ്പോഴും നെർവസ് ആവുന്നതൊക്കെ ഡിഫൻസിലൊക്കെ ഇഷ്യൂസ് ഒക്കെ കാരണം ഇതൊക്കെ സോൾവ് ചെയ്യണം. ഇതൊക്കെ സോൾവ് ചെയ്യാൻ ഇതിലേക്ക് എത്തുള്ളൂ. അപ്പൊ ഈ ടോപ്പ് 4 ഫോം ആണെന്ന് പറഞ്ഞതിന്റെ കാര്യം ഉണ്ടല്ലോ, അത് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉള്ള കാരണം അങ്ങനെയുള്ള ഒരു ടീമിനാണ് നമ്മുടെ ലിവർപൂൾ പോലെയുള്ള ക്വാളിറ്റി പ്ലേയേഴ്സ് ഉള്ളപ്പോ നമുക്ക് ജയിക്കാൻ പറ്റും. പക്ഷെ ഇങ്ങനെയുള്ള ഈ പ്രശ്നങ്ങൾ കാരണം ഒരു പോസിറ്റീവ്നെസ് ഇല്ല. സുദീപ് പറഞ്ഞ ഇതിൽ ഞാൻ യോജിക്കുന്നു. കാരണം ഫസ്റ്റ് ഗോൾ നമുക്ക് മാച്ചിന്റെ ഉള്ളിൽ വരികയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് വാസ് ടെറിബിൾ. അതായത് ഒരു കളി, ഒരു ഫുട്ബോൾ മാച്ചിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഗോൾ അടിക്കലാണ് എന്നുള്ള ഒരു എയിമാണ് ശരിക്കും ഫുട്ബോൾ രണ്ട് ടീമും കളിക്കുന്നത്. പക്ഷെ നമ്മുടെ കളി കണ്ടാൽ തോന്നും നമ്മൾ ഇങ്ങനെ കുറച്ചു നേരം 45 മിനിറ്റ് കളിക്കണം എന്നുള്ള ഒരു ഏർജൻസി ഇല്ല. ഞാനിത് കമ്പയർ ചെയ്യുന്നത് ഇപ്പം ഏത് ടീമിന്റെ മാച്ച് എടുത്തു കഴിഞ്ഞാലും, ചെൽസിന്റെ എടുത്തു കഴിഞ്ഞാലും, ഇപ്പൊ ഇന്നലെ യുണൈറ്റഡ് ന്യൂകാസിൽ എടുത്താലും, ആഴ്സണൽ ഒഴികെ, ആഴ്സണൽ ഓക്കെ ദേ ഹാവ് ദെയർ ടൂൾസ് ടു വിൻ, സ്റ്റിൽ ഒരു ടീമിന്റെ കളിയുടെ എൻഡ് പോയിന്റ് ഇസ് ടു സ്കോർ എ ഗോൾ എന്നുള്ള ഒരു സാധനം നമ്മുടെ ഫസ്റ്റ് ഹാഫ് പെർഫോമൻസ് ഇല്ലായിരുന്നു. അവര് ഗോൾ അടിച്ച ശേഷം ഒരു 15-20 മിനിറ്റ് നമ്മൾ കളിച്ചു, അവര് തിരിച്ചു ഗോൾ അടിച്ചു. അത് കുഴപ്പമില്ല, ഞാൻ പറയുന്നത് മിസ്റ്റേക്സ്. നമ്മൾ ഇത്രയും സേഫായി കളിക്കുന്നത് എന്തിനെ പേടിച്ചിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അവരിങ്ങോട്ട് അടിക്കുന്നതാണോ അതോ അവര്
എവറിത്തിങ് ഇസ് അബൌട്ട് എന്താ പറയാ സൈഡ് വേസ് പാസിങ്. അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ദർ ഇസ് നോ സർപ്രൈസ്, ദർ ഇസ് നോ പേസ്, ദർ ഇസ് നോ മൂവ്മെന്റ്, നത്തിങ്. ഇപ്പൊ ഓപ്പൻ പറഞ്ഞ പോലെ സെറ്റ് പീസിൽ ഗോൾ അടിച്ചു കഴിഞ്ഞാൽ ഓക്കെ, അതിലേക്ക് മാറി. സോ എനിക്ക് ദേഷ്യം അല്ലെങ്കിൽ ടീമിനോടോ അല്ലെങ്കിൽ മാനേജറിനോ പ്രശ്നം വരാൻ കാരണം നമുക്ക് മറ്റേ പോലെ കളിക്കാൻ അറിയാഞ്ഞിട്ടല്ല. അവര് അടിക്കുമ്പോ സഡൻലി ദ പാസിംഗ് ബിക്കംസ് ഫാസ്റ്റർ, സഡൻലി ഓവർലാപ്പിംഗ് റൺ, അണ്ടർലാപ്പിംഗ് റൺ ഹാപ്പൻസ്, സഡൻലി യു ലുക്കിംഗ് ഷാർപ്പർ. അതിന്റെ അർത്ഥം നമ്മൾ ഒരു ടാക്ടിക്സിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ടാക്ടിക്സ് മാച്ചിന്റെ ഉള്ളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടോ അല്ലേ. That first half was one of the worst first halves I've seen, and we have played terrible throughout the season. അതൊന്ന്. രണ്ടാമത്തേത്, നമ്മൾ ഈ പറഞ്ഞ ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് ഉണ്ട്. ഫസ്റ്റ് ഗോളില് യു ക്യാൻ സേ ദ കൊണാട്ടെ ആൻഡ് വാൻഡൈക്ക് ആണ് മിസ്റ്റേക്ക്. സെക്കൻഡ് ഗോളിന് യു ക്യാൻ ക്ലിയർലി സീ കർട്ടിസ്, ആലിസൺ വാസ് മിസ്റ്റേക്ക്. ഈ എല്ലാ മിസ്റ്റേക്സ്, ഇറ്റ് ഈസ് നോട്ട് എ ഡിസിഷൻ മേക്കിംഗ് മിസ്റ്റേക്ക് ഓർ അതായത് വാൻഡൈക്ക് ഒരു ടഫ് ഹെഡർ വിൻ ചെയ്യാൻ നോക്കി, അങ്ങനെയല്ല. ലാക്ക് ഓഫ് ഫോക്കസും കെയർലെസ്നെസ്സും കാഷ്വൽനെസ്സും. ആ കേർട്ടിസിന്റെ പാസ് കണ്ടാൽ മനസ്സിലാവും. ഒരാവശ്യമില്ല അങ്ങോട്ട് ആലിസിന്റെ പാസ് ഉണ്ട്, ഒരു ഒറ്റയടി അങ്ങ് അടിച്ചു കൊടുത്താൽ മതി. ആലിസൺ എന്താണോ ചെയ്യാൻ പോകുന്നത് അത് കേർട്ടിസിനോട് ചെയ്യാനുള്ളതേ ഉള്ളൂ. ദാറ്റ് പാസിംഗ് ദ ബക്ക്. സോ I see those individual mistakes also as a collective failure. See, ഈ സീസണിൽ ചിലപ്പോൾ നമ്മൾ തേർഡ് ഫിനിഷ് ചെയ്യും. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ആസ്റ്റൺ വില്ല തോറ്റു, ചെൽസി ജയിച്ചു, യുണൈറ്റഡ് തോറ്റു. നാളെ യുണൈറ്റഡ് വില്ലയാണ്, അതിൽ രണ്ടുപേരും ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും തോക്കും. അങ്ങനെ കുറെ റിസൾട്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ ചാൻസ് ഉണ്ട്. സോ ഇവൻച്വലി നമ്മൾ ചിലപ്പോൾ അടുത്ത കളി ജയിച്ചിട്ട് സ്പേഴ്സ് ആണ്, അവരുടെ അവസ്ഥ എന്ന് നമുക്കറിയാം. പക്ഷേ ഇത് there has to be a review at the end of the season why this season has turned out the way it has turned out. And നമ്മൾ ഈ തേർഡ് ഫിനിഷ് ചെയ്തത് കൊണ്ടോ ഫോർത്ത് ഫിനിഷ് ചെയ്തത് കൊണ്ടോ ആ ചോദ്യം ചോദിക്കാതിരിക്കരുത്. ബിക്കോസ് ഇഫ് യു ഡോണ്ട് ആസ്ക് ദാറ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ പ്രോബ്ലം നെക്സ്റ്റ് സീസണിൽ സ്ലോട്ട് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, unless there is massive pacey wingers and we roll back to last season, it's going to repeat. അല്ലേ? അതാണ് കുറച്ചു മുന്നേ പറഞ്ഞത്. എങ്ങനെ ടേൺ ഔട്ട് ആവുകയാണെന്നുണ്ടെങ്കിലും, ഈവൻ ലെറ്റ്സ് സേ വി വിൻ FA Cup ഓർ ഈവൻ UCL at this moment, ഈ ഒരു കളി വെച്ച് നടക്കും തോന്നുന്നില്ല. ബട്ട് ലെറ്റ്സ് അസ്യൂം എന്തെങ്കിലും കാരണവശാൽ ഇത് കളി ജയിച്ചു എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ 2 കപ്പ് ജയിച്ചാൽ, എന്നാൽ പോലും വിൽ സ്റ്റിൽ ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഇയർ പ്ലാൻ. ഓക്കെ, ഇസാക്ക് ഇഞ്ചുറി ആയിരുന്നു, ഫ്രിംപോങ്ങിന് പല സമയത്തും ഇഞ്ചുറി ആയിരുന്നു, പല പ്ലേയേഴ്സും മേ ബി സ്ലോട്ടിന് വേണം അല്ലെങ്കിൽ വേണ്ട എന്നുള്ള പ്ലേയേഴ്സ് ആണ് ഇപ്പൊ കളിക്കുന്നത്. എന്ന് പറഞ്ഞാലും ഒരു എൻറ്റയർ സീസൺ കിട്ടിയിട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു മന്ത് ഫെബ്രുവരി ഫുള്ള് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആകെ കൂടി ഇഞ്ചേർഡ് എന്ന് പറയാനുള്ളത് ഇസാക്ക് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഫുൾ ടീം ഇവിടെ ഉണ്ട്. പിന്നെ ഒരു ഇഞ്ചേർഡിൽ ലിയോണിയാണ്, ബട്ട് ഈസ് നെവർ ഗോയിങ് ടു പ്ലേ എനിവേസ്. കപ്പ് ഗെയിം അല്ലാത്ത ഒരു സാധനം ഈ സീസണിൽ കളിക്കാൻ പോകുന്നുണ്ടായിട്ടില്ല. സോ നമുക്ക് ഫുൾ ടീം കയ്യിൽ ഉണ്ടായിട്ട് പോലും നമ്മുടെ എല്ലാ പോഡ്കാസ്റ്റിലും അവസാനം നമ്മള് ഒരു പ്രിവ്യൂ ഡിസ്കസ് ചെയ്യുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ലൈനപ്പിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ട്, സെയിം ലൈനപ്പ് അല്ലേ കളിക്കുന്നത് എന്നുള്ളത്. നമുക്കിപ്പോ ആക്ച്വലി ഇപ്പൊ ഫുൾ സ്ക്വാഡ് എക്സെപ്റ്റ് ഇസാക്ക്, ഇങ്ങനത്തെ ഒരു സ്ക്വാഡ് കൈവലുണ്ടായിട്ടും ഈ 11 മാക്സിമം നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, കേർക്കസിന് പകരം റോബർട്ട്സെ കളിക്കും. ഇതല്ലാത്തൊരു ഓപ്ഷൻ നമുക്കില്ല. അപ്പൊ ഫുൾ സ്ക്വാഡ് ഉണ്ടായിട്ട് ഇതാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു സ്ക്വാഡ് ഇഞ്ചുറി എന്നുള്ളതോ അതൊരു എക്സ്ക്യൂസ് ആവില്ലല്ലോ. അതാണ് ഞാൻ പറയുന്നത്. സ്ലോട്ട് എന്ന ഒരാളെ സിംഗിൾ ഔട്ട് ചെയ്യാണ്ട് വി ഷുഡ് ലുക്ക് അറ്റ് ഇറ്റ് ആസ് സ്ലോട്ട്, എഡ്വേർഡ്സ് ആൻഡ് ഹ്യൂസ്. കാരണം സ്ക്വാഡ് ഇസ് എ ബിഗ് പ്രോബ്ലം. എൻഡോ കളിക്കില്ലെന്ന് ഉറപ്പാണ്, കിയേസ കളിക്കില്ല എന്ന് ഉറപ്പാണ്, റിയോ ടു യങ് എന്നാണ് ഇപ്പൊ പറയുന്നത്. ഓക്കെ, ഫെയർ എനഫ്, എഗ്രീഡ്. പിന്നെ ആരാ, റോബർട്ട്സൺ wanted to go because he knew he was never going to start. അപ്പുറത്ത് ബ്രാഡ്ലി ഇഞ്ചേർഡ് ആയി, ഫ്രിംപോങ് ഇസ് ലൈക്ക് ദാറ്റ്, സലയ്ക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ല, വിങ്ങർ ഇല്ല. സോ
ഇത്രയും പ്രശ്നം എല്ലാം സ്ലോട്ടിന്റെ തലയിലിടാണ്ട് സ്ലോട്ടിനെ അപ്പോയിന്റ് ചെയ്ത ആൾക്കാർ എന്ന നിലയിൽ അപ്പോയിന്റ് ചെയ്ത ആൾക്കാർക്കും അവരെ നിയമിച്ച രണ്ട് പേരുണ്ടായിട്ട് അവരെ കൂടി ചോദ്യം ചെയ്യണം. കാരണം ഗാക്പോ എന്തുകൊണ്ട് കളിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ വേറെ പ്ലെയർ ഇല്ല. സല എന്തുകൊണ്ട് കളിക്കുന്നു, വേറെ പ്ലെയർ ഇല്ല. ഇപ്പൊ എക്കിറ്റിക്ക് എല്ലാ മാച്ച് നോക്കിയാൽ അറിയാം 60 മിനിറ്റ് കളിക്കുന്നുള്ളൂ, പിന്നെ നടക്കല. കാരണം അവന് പറ്റൂല. കാരണം പുള്ളിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് പ്ലെയർ ഇല്ല. ഇസാക്കേ ഉള്ളൂ. ഇസാക്ക് ഇഞ്ചേർഡ് ആണ്. സോ വി ഹാവ് ഓൺലി 2 ഫോർവേഡ്സ് ദാറ്റ് വേ. അപ്പോ ബിക്കോസ് കിയത ഡസന്റ് പ്ലേ, അവിടെ മാനേജറിനും റിക്രൂട്ട്മെന്റ് ടീമിനും ഫുട്ബോൾ ഡയറക്ടേഴ്സിനും ദേ ഹാവ് എ ലോട്ട് ടു ആൻസർ. ആ റിവ്യൂല് ഐ തിങ്ക് എഡ്വേർഡ്സ് ആൻഡ് ഹ്യൂസ് ഷുഡ് ബി എ പാർട്ട് ഓഫ് ദ റിവ്യൂ. ദേ ഷുഡ് നോട്ട് ബി ദ റിവ്യൂവേഴ്സ് എന്നാണ് എന്റെ പോയിന്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗോർഡനും ഹെൻറിയൊക്കെ വന്ന് ചെയ്യേണ്ടി വരും റിവ്യൂയിങ്. ചെയ്യണം, ഗോർഡൻ ചെയ്യേണ്ടി വരും. എല്ലാന്നുണ്ടെങ്കിൽ എഡ്വേർഡ്സ് ആണോ തീരുമാനിക്കേണ്ടത്? See, how can Edwards be in charge of a review which includes himself? അതെ, usually he is the top. മിക്കവാറും he will be the reviewer, not the person getting reviewed. എഡ്വേർഡ്സ് ഇപ്പൊ ആ സ്ട്രക്ചറിലല്ലോ, അതിന്റെ മുകളിലുള്ളതല്ലേ. എഡ്വേർഡ്സ് നേരിട്ട് സൈൻ ചെയ്യുന്നല്ലോ. സൈൻ ചെയ്യുന്നതല്ല, അത് ഹ്യൂഗ്സ് ആണല്ലോ സൈൻ ചെയ്യുന്നത്. റിച്ചാർഡ് ഹ്യൂഗ്സും സ്ലോട്ടും ആണ്. അവര് ആണ് ആ കാര്യങ്ങൾ. ഒരാള് മറ്റേ റിക്രൂട്ട്മെന്റിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, ഒരാൾ കോച്ചിങ്ങിന്റെ. അങ്ങനെയാണല്ലോ നമ്മുടെ സ്ട്രക്ചർ ഇപ്പൊ. പക്ഷേ എഡ്വേർഡ്സ് അതിന്റെ മുകളിൽ ഒരു ക്ലബ്ബ് ലിവർപൂൾ ഇപ്പൊ ഉണ്ട്, പക്ഷെ വേറെ ക്ലബ്ബുകളും ഒക്കെ നോക്കുക, അങ്ങനെയുള്ള ഒരു ലെവലിലാണല്ലോ ഇപ്പൊ ആളുടെ പൊസിഷൻ. സുദീപ് പറഞ്ഞ പോലെ എന്റെ അസസ്മെന്റ് എന്താണെന്ന് വെച്ചാല്, സ്ലോട്ട് ഇസ് നോട്ട് ഗോയിങ് ടു ഗോ. He knows his job is safe. It's a 3-year gig. അത് നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ he will get an extension. അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും ഈ സീസൺ അങ്ങ് തീർക്കുക എന്നുള്ള ഒരു ലെവലിലാണെന്ന് തോന്നുന്നു നമ്മുടെ ടീം. അല്ല, അത് തന്നെ വേറെ രീതിയിൽ ഞാൻ പറയാം. അതായത് അത് തന്നെയാണ് കാര്യം. ഇവർക്ക് അറിയാം, ഒരു ക്ലോപ്പിന്റെ ഒരു ഇത് കഴിഞ്ഞ് അടുത്തതിലേക്ക് പോകുമ്പോ എന്തായാലും ഈ ഇപ്പൊ സീനിയർ പ്ലേയേഴ്സ് ആയിട്ടുള്ള സലയും BVDയുടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ളത്. അപ്പൊ അവരെന്തായാലും സ്ലോട്ടിന്റെ ഒരു ഇത്രയും കാലത്തെ അല്ലെങ്കിൽ അതില് വരാൻ പോകുന്ന പ്ലേയേഴ്സ് എല്ലാം ഇവർക്ക് അറിയാം ഓൾറെഡി. എന്നാലും കോൺട്രാക്ട് റിന്യൂ ചെയ്ത് അവിടെ നടന്നു. ഞാൻ പറയണെന്ന് വെച്ചാൽ ഇതെല്ലാം അവരെ റീപ്ലേസ് ചെയ്ത് അടുത്ത ഒരു ട്രാൻസ്ഫർ വിൻഡോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ട്രാൻസ്ഫർ വിൻഡോയിലൊക്കെ 2-3 വിൻഡോയിലായിരിക്കും ഈ പ്ലേയേഴ്സിനെ റീപ്ലേസ് ചെയ്ത് വരെ. ഇത് അറിയാം, ഇപ്പോ ഹ്യൂഗ്സിനെ അറിയാം ഈ കാര്യം. ഇവര് അത് പ്ലാൻ ചെയ്ത് ഒറ്റ ട്രാൻസ്ഫർ വിൻഡോയില് 11 പ്ലേയേഴ്സിനെ മേടിക്കാൻ സാധിക്കില്ല. ഇവര് ഇപ്പൊ മേടിച്ച പ്ലേയേഴ്സിനെ ഇൻബെഡ് ചെയ്ത്, അപ്പൊ ഇതില് കീ പ്ലെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റിയത് സ്ട്രൈക്കേഴ്സിന്റെ എണ്ണം കുറഞ്ഞു പോയി. അതാ പറ്റിയത്. സ്ട്രൈക്കേഴ്സിന്റെ ഇപ്പോ യോട്ട നമ്മളെ വിട്ടു പോയി, അതിന്റെ പോലെ ന്യൂനസിനെ സെല് ചെയ്യേണ്ടി വന്നു. ഞാൻ പറയണത് പകരം വേറെ 2 സ്ട്രൈക്കേഴ്സ് വന്നെങ്കിലും ഇപ്പോ എക്കിറ്റിക്ക് പകരോ കളിക്കാൻ ആളില്ലാണ്ട് പോയി അവിടെ. പിന്നുള്ളത് വിങ്ങേഴ്സ് അല്ല. നമ്മുടെ ഈ പുതിയ സിസ്റ്റത്തില് വിങ്ങർ അല്ല അവിടെ വേണ്ടത്. അവരിപ്പോ സബ്ബായിട്ട് വരികയാണെങ്കിൽ പിന്നെയും പറ്റും. ഇത് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ കളിക്കാൻ ഗാക്പോക്ക് ആയാലും സലാക്കി ആയാലും പറ്റില്ല എന്നുള്ളത് ഇപ്പോ ഏകദേശം തീരുമാനമായി എന്നുള്ളത് ജനുവരി തന്നെ അറിയാം തീരുമാനമായി എന്നുള്ളത്. പക്ഷെ ആ സമയത്തും മേടിക്കാൻ പറ്റില്ല. അപ്പോഴത്തെ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി ഒക്കെ അങ്ങനെയാ. പിന്നെ മാത്രമല്ല ആ സമയത്ത് തീരുമാനമായി എന്തായാലും പ്രീമിയർ ലീഗ് ടൈറ്റിൽ കിട്ടില്ല എന്നുള്ളത് ആ സമയത്ത് തീരുമാനമാണ്. അപ്പൊ അവരത് എക്സ്റ്റെൻഡ് ചെയ്തു. ഡിഫൻസിൽ ഈ പറഞ്ഞ പോലെ BVDയെ റീപ്ലേസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു. അത് ആക്യുറേറ്റ് വരാൻ പോകുന്നുള്ളൂ അടുത്തതില്. ലിയോണിന്റെ കൂടെ ഇനിയിപ്പോ അടുത്ത വിൻഡോയില് കുറച്ചും കൂടി കാര്യങ്ങൾ, അടുത്ത വിൻഡോയിലും മുഴുവൻ പൂർണ്ണമാവണമെന്ന് പറയുന്നില്ല, പൂർണ്ണമായെന്ന് വരില്ല. കാരണം അത്ര പ്ലേസിനെ മേടിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അത് കഴിഞ്ഞാൽ അത് അടുത്ത വിൻഡോ. പക്ഷെ ആ ഇമ്പ്രൂവ്മെന്റ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇമ്പ്രൂവ്മെന്റ് നവംബറിൽ നിന്ന് ഇപ്പൊ കമ്പയർ ചെയ്യുമ്പോഴുള്ള ഇമ്പ്രൂവ്മെന്റ് അത് കുറെ പ്ലേയേഴ്സിൽ വരുന്നുണ്ട്. ഞാൻ പറയണ മൊത്തം സിസ്റ്റം അല്ല. ഇപ്പൊ വേർഡ്സ് വന്ന പോലെയല്ല ഇപ്പൊ വേർഡ്സിന്റെ പെർഫോമൻസ്. വേർഡ്സ് നല്ലതായിട്ട് ഇമ്പ്രൂവ് ചെയ്തു. സുബോസ്ലൈ സീസൺ തുടങ്ങിയ പോലെയല്ല ഇപ്പോ. സുബോസ്ലൈ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തു. സെറ്റ് പീസ് ടേക്കിംഗ് ആയാലും അത് ഇമ്പ്രൂവ് ചെയ്തു. എല്ലാ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്തു. കെർക്കസ് വന്ന സമയത്തുള്ള പോലെയല്ല. കെർക്കസ് നല്ലോണം ഇമ്പ്രൂവ് ചെയ്തു. അപ്പൊ ഈ പുതിയ പ്ലേയേഴ്സ് സ്ലോട്ടിന്റെ സിസ്റ്റത്തിനനുസരിച്ചുള്ള പ്ലേയേഴ്സ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. കിറ്റിക്ക് വന്നപ്പോഴും നല്ലതായിരുന്നു, ഇപ്പോഴും നന്നായിട്ട് കളിക്കുന്നുണ്ട്. അപ്പൊ ഈ പ്ലേയേഴ്സ് ഒക്കെ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. അപ്പൊ ഞാൻ പറയണത്
ഈ നിലവിലുള്ള ഗാക്പോ ആയാലും സല ആയാലും അവർക്കിനി ഇമ്പ്രൂവ് ചെയ്യോ ഇതിന് സാധ്യതയില്ല. അവരിനി മാറും എന്തായാലും. അപ്പൊ റിയോ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്, പ്രീമിയർ ലീഗ് ക്വാളിറ്റിയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ പ്ലേയേഴ്സിന് ഇൻഡിവിജ്വൽ പ്ലേയേഴ്സ് മാറ്റം വരുന്നുണ്ട്. അടുത്ത പ്രീ സീസൺ കൂടി കഴിഞ്ഞ് പുതിയ സീസണിലേക്ക് കിടക്കുമ്പോൾ പുതിയ പ്ലേയേഴ്സും കൂടി ഒക്കെ ജോയിൻ ചെയ്ത് ഈ ഇൻഡിവിജ്വൽ പ്ലേയേഴ്സ് കളക്റ്റീവായിട്ട് ടീമിനെ ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരും. ഇതാണ് സംഭവിക്കുന്നത്. ഇമ്പ്രൂവ് ആവില്ല, അടുത്ത സീസൺ ആകുമ്പോഴേക്കും മുഴുവനായിട്ട് ഇമ്പ്രൂവ് ആവും. അല്ല, വേൾഡ് കപ്പിന്റെ അടുത്ത സീസണിൽ പറയാനുണ്ട്. അങ്ങനെയാണുള്ളത് ഒരു വർക്ക്, അങ്ങനെയാണല്ലോ നടക്കുക, ഒരു ട്രാൻസിഷൻ അങ്ങനെയാണല്ലോ വരിക. അത് ഒറ്റയടിക്ക് നമ്മളിപ്പോ ഫുട്ബോൾ മാനേജറിൽ കുറെ പ്ലേയേഴ്സിനെ സൈൻ ചെയ്ത് അല്ല, ഞാൻ പറയുന്നത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇത് ഫാൻസിനെ അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ക്ലബിനുണ്ട്. അതൊന്നുമില്ല. അതെന്തിനാ? അതിനല്ലേ നമ്മുടെ പോലെയുള്ള പോഡ്കാസ്റ്റുകൾ നമ്മള് ഇത് ഇന്റർപ്രറ്റ് ചെയ്ത് പറയുകയാണ് നമ്മൾ ഫാൻസിനോട്. അങ്ങനെ അല്ലാതെ അവർക്ക് അതിന്റെ കാര്യമില്ലല്ലോ. അവര് 3 ഇയർ പ്ലാൻ നോക്കിയേക്കുക. ആ 3 ഇയർ പ്ലാനിൽ ഒരു പ്രീമിയർ ലീഗ് തന്നെ അടിച്ചു. അതിന്റെ ഇടയിൽ തന്നെ ഒരു ഓൾറെഡി അച്ചീവ് ചെയ്ത് കഴിഞ്ഞു ഒരു ടാർഗറ്റ്. ചാമ്പ്യൻസ് ലീഗിൽ എത്ര പോകുന്നുള്ളത് നമുക്ക് നോക്കാം, FA കപ്പിൽ നോക്കാം. എനിവേ, നമ്മുടെ ക്ലബിനെ കുറിച്ച് പറഞ്ഞ് നമുക്ക് മറ്റു ക്ലബിനെ കൂടി പരിദോഷം പറയാം. ടോപ്പ് 4 ബാറ്റിൽ ഇസ് സ്റ്റിൽ ഓൺ. അതായത് നമ്മുടെ ക്ലബിന്റെ കളി കണ്ട് ചൊടിച്ചിരിക്കുമ്പോഴായിരിക്കും ഒന്നെങ്കിൽ ചെൽസിയോ കുറെ കാലത്തിന് ശേഷം യുണൈറ്റഡോ സമ്മാനമായിട്ട് വരും. ഐ എൻജോയ്ഡ് ദറ്റ് ഗെയിം. ന്യൂകാസിൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത പോലെ തന്നെ ആസ് എ ലിവർപൂൾ ഫാൻ അല്ല, ആസ് എ ഫുട്ബോൾ ഫാൻ, ദറ്റ് ഗെയിം വാസ് വെരി ഗുഡ് അൺടിൽ ദറ്റ് സെൻഡിങ് ഓഫ്. ആ സെൻഡിങ് ഓഫ് എന്തിനാണ് എന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. അത് എനിക്ക് തോന്നുന്നു ഈവൻ യുണൈറ്റഡ് ഫാൻസ് വിൽ എഗ്രി ദാറ്റ് വാസ് എ പോയിന്റ്ലെസ് സെൻഡിങ് ഓഫ്. നമ്മുടെ ഇവന്റെ റാംസിയുടെ ഈവൻ ദെൻ ദ ഒസൂല ഗോൾ, everything about that game was the crowd. It was nice. It was a very good game. മൈക്കൽ കാരിക്കിന്റെ എന്താ പറയാ ഫസ്റ്റ് ഡിഫീറ്റ് ആൻഡ് ടോപ്പ് 4 റേസിൽ 3 spots are wide open. കണ്ടിരുന്നോ മാച്ച്? ഫുള്ളായിട്ട് കണ്ടിട്ടില്ല, ഹിയർ ആൻഡ് ദേർ കണ്ടു. കാരണം കുറെ ഗെയിംസ് ഒരുമിച്ചുള്ള സമയമാണ്. I loved that game. It was a very good game. United did not look bad as such. They had very good chances. Apam Bruno and all that, but our red card vanna shesham the game kind of mellowed down and it was റെഡ് കാർഡിന്റെ സമയത്ത് ഞാൻ കണ്ടിരുന്നു. അവന്റെ ഫസ്റ്റ് അൺനെസസറി ആയിരുന്നു. ഒരു ആവശ്യമില്ലാതെ പിടിച്ചു വലിക്കിട്ട് ചോദിച്ചു വാങ്ങിയൊരു യെല്ലോ കാർഡ് ആയിരുന്നു അത്. രണ്ടാമത്തത് എനിക്ക് തോന്നുന്നുണ്ട്, ഞാൻ കണ്ടിടത്തോളം ഐ തിങ്ക് ഇറ്റ് ഈസ് ഡൈവിന് വേണ്ടി കോൺടാക്ട് ഉണ്ട്. അവനത് അപ്പീൽ ചെയ്തിട്ടില്ല. അവിടെയാണ് ഓക്കെ, അപ്പീൽ ചെയ്തിട്ടില്ല. പക്ഷെ പെനാൽറ്റി ബോക്സിന്റെ അകത്തായതുകൊണ്ട് എന്തായാലും വാറ് നോക്കും. അപ്പം അവിടെയാണ് നമ്മൾ ഈ റെഫറീസിനെ കുറിച്ച് പറയുന്നത്. അതായത് യു മേ നോ ദ റൂൾസ് ബട്ട് യു ഹാവ് ടു നോ ദ ഗെയിം. അവിടെ അങ്ങനെ അവനവിടെ മറിഞ്ഞ് കിടന്ന് കാല് പരിക്കാതെ ടൈം വേസ്റ്റ് ചെയ്തിട്ട് പ്ലെയറിനെ ഒന്നുമില്ല. ഇറ്റ് വാസ് ജസ്റ്റ് ഇൻസിഡന്റ് ഗോ. എല്ലാം ഇപ്പം ഹാലൻഡിന് ഇന്നലെ കുറച്ച് 2 ഡൈവ് ഉണ്ടായിരുന്നു സിമുലേഷൻ. അതിനൊന്നും ബുക്ക് ചെയ്തില്ലല്ലോ. യു ഡോണ്ട് ഹാവ് ടു ബുക്ക്. അതായത് വാറ് വന്നിട്ട് നീ അവനെ ബുക്ക് ചെയ് എന്ന്, ലൈക് യു ഡോണ്ട് ഹാവ് ടു. വാറിനെ ഇടപെടാൻ പറ്റില്ല അങ്ങനത്തെ കാര്യങ്ങൾ. ബട്ട് ഐ എം സേയിങ് ഇങ്ങനത്തെ മിസ്റ്റേക്സ് ഒഴിവാക്കാനാവുമ്പോൾ വാർ ക്യാൻ കം ആൻഡ് ടെൽ, സി ലെഗിൽ ടച്ച് ഉണ്ട്, ഇറ്റ് ഡിഡ് നോട്ട് അപ്പീൽ, യു ഡോണ്ട് ഹാവ് ടു സെൻഡ് ഹിം ഓഫ്. അത് കൈൻഡ് ഓഫ് ആ മാച്ചിന്റെ ഐ തിങ്ക് ഇഫ് ഇറ്റ് വാസ് 11-11 യുണൈറ്റഡ് ഹാവ് വൺ ഓൾസോ. അതൊരു കുറച്ചും കൂടി എക്സ്പാൻസീവ് ആയ ഗെയിം കൂടെ ആവുമായിരുന്നു. ബട്ട് ദെൻ ന്യൂകാസിൽ ഹാഡ് ടു വിൻ ദറ്റ് ഗെയിം അല്ലെ? ന്യൂകാസിലിന്റെ സീസണിന് വളരെ പരിതാപകരമായ അവസ്ഥയായിരുന്നു. സോ ദേ ആർ ഓൾസോ ബാക്ക് ഓൺ ട്രാക്ക്. കഴിഞ്ഞ ദിവസം പറഞ്ഞുള്ളൂ ന്യൂകാസിലിന് എന്തായാലും ജയിച്ചേ പറ്റുള്ളൂ. അങ്ങനത്തെ മാച്ച് അവരുടെ ഈ വരുന്ന ഫിക്സ്റ്റേഴ്സ് ഒക്കെ പ്രശ്നമാണ്. അവരുടെ സെന്റ് ജെയിംസ് പാർക്കിലെ അറ്റ്മോസ്ഫിയർ കാരണം അവർ ജയിച്ചതാണ്. 10 പേരുമായിട്ടും അവർ ഫൈറ്റ് ചെയ്ത് ജയിച്ചതാണ്. ജോലിൻടൺ വാസ് അമേസിംഗ്. ഞാൻ ആ കളി കണ്ടപ്പോൾ എനിക്ക് ആക്ച്വലി തോന്നി ലൈക്ക് ഒരുപാട് ലിവർപൂൾ ഫാൻസ് ഒരു CDM വേണം എന്നൊക്കെ പറയുന്നുണ്ട്. Which doesn't fit into your Arne Slot's game style. But
അങ്ങനെ ഒരു ഡിസ്ട്രോയ്, അങ്ങനെ ഒരു പ്രസൻസ് ഉണ്ടെങ്കിലുണ്ടല്ലോ, ഇറ്റ് മേക്സ് എ ഡിഫറൻസ്. ഓ, ജോലിഡർ വാസ് എ മെഷീൻ യെസ്റ്റർഡേ. ഇറ്റ്സ് വെരി ഗുഡ്. അനദർ ഗെയിം, ചെൽസി ആസ്റ്റൺ വില്ല. ജാവോ പെഡ്രോ ഹാഡ് ഒന്നുമില്ല ഇനി, കംപ്ലീറ്റ്ലി ഔട്ടാണ്, വൈബ്ഡ് ഔട്ട് ആണ്. അവർക്ക് ലീഡ്, 3rd മിനിറ്റ് 4th മിനിറ്റ് അങ്ങനെ ഒരു ലീഡും ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു എങ്ങനെയോ വന്നൊരു ഗോൾ. നമുക്ക് എന്താ പറയാ, യുണൈറ്റഡ് ക്രിസ്റ്റൽ പാലസ് ഗെയിമിൽ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയോ വന്നൊരു ഗോൾ. ക്രിസ്റ്റൽ പാലസ് ഫസ്റ്റ് ഗോൾ കിട്ടിയ പോലെ ഇവിടെ വില്ലക്ക് ഫസ്റ്റ് ഗോൾ കിട്ടി. പക്ഷെ അതല്ലാണ്ട് അവരെ ഗെയിമിൽ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഒരു ഓഫ്സൈഡ് ഗോൾ ഉണ്ടായിരുന്നു വാട്കിൻസിന്റെ സെക്കൻഡ് ഹാഫില്. അത് 4-2 ഉണ്ടായിരുന്നു. അതല്ല 4-2 ഗോൾ ആക്കിയിട്ടില്ല. മൊമെന്റ്സ് ഹിയർ ആൻഡ് ദെയർ, അതിപ്പം എല്ലാ കളിക്കും ഉണ്ടാവും. ഈവൻ ബോൾസിന്റെ ഫസ്റ്റ് ഷോട്ട് ഓൺ ടാർഗറ്റ് ആണ് ഗോൾ ആയത്. സോ 90 മിനിറ്റ്സ് കളിക്കുകയാണെങ്കിൽ 1-2 ഷോട്ട് എന്തായാലും ഉണ്ടാവും ഓൺ ഗോൾ. അത്രേ വില്ലക്ക് കാര്യമായിട്ട് ഉണ്ടായിട്ടുള്ളൂ. വേണമെങ്കിൽ കുറച്ചുകൂടി പറയാം, 4-5 ഷോട്ട്സ് ഉണ്ടായിട്ടുണ്ടാവുക. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് നത്തിങ് മച്ച്. അവരൊന്നും എന്താ ഒരു കംപ്ലീറ്റ്ലി വൈപ്പ് ഔട്ട് ആയ പോലെ ഉണ്ട് ഫസ്റ്റ് ഹാഫ് ഓഫ് സീസൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഈ ഡ്രൈവ് ചെയ്യാൻ ആരുമില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞത് തന്നെയാ, ആ ഒരു ലീഡ് ചെയ്ത് ജയിക്കാൻ ഫോം മാച്ചില് ഇങ്ങനെയുള്ള ഈ ക്രിട്ടിക്കലായിട്ടുള്ള സമയത്ത് ഇങ്ങനെ തോൽക്കുക എന്ന് പറഞ്ഞാൽ അത് 1-4 ഒരു കോമ്പറ്റീറ്റർ തന്നെയാണ് ടോപ്പ് 6. എനിക്ക് തോന്നുന്നത് ഇതിൽ മിസ് ചെയ്യാൻ പോകുന്നത് വലിയതായിരിക്കും. ടോപ്പ് 6 ഇപ്പൊ നിലവിലുള്ളതില് ടോപ്പ് 4 വരാൻ ഏറ്റവും സാധ്യത ഇല്ലാത്ത ടീമായി ഇപ്പൊ വില്ല മാറി. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. നേരത്തെ വില്ല ഏകദേശം ടൈറ്റിൽ ചലഞ്ചിലുള്ള ടീമായിരുന്നു. ഇപ്പോ 6th വരുന്ന അവസ്ഥയിലേക്ക് എത്തി. വില്ല നെക്സ്റ്റ് ഗെയിം ഇസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. സോ ആ ഗെയിമിലും 2 ടോപ്പ് 4 ടീംസ് തമ്മിൽ അടിയാണ്. ലാസ്റ്റ് ഗെയിം ഓഫ് വില്ല ഇസ് അഗൈൻസ്റ്റ് മാഞ്ചസ്റ്റർ സിറ്റി ആൻഡ് ദ ഗെയിം ബിഫോർ ദാറ്റ് ഇസ് ലിവർപൂൾ. സോ ഇൻട്രസ്റ്റിംഗ്. അവിടെ വരെ എത്തുമെന്ന് അറിയില്ല ടോപ്പ് 4 ബാറ്റിൽ. പ്രോബബ്ലി എത്താൻ ചാൻസ് ഉണ്ട് എല്ലാ ടീമിന്റെയും ഫോം കണ്ടിട്ട്. ഇൻട്രസ്റ്റിംഗ് ആൻഡ് other game which was very let's go to title race. ഏറ്റവും important development no, it was in City's hands till now it's back in Arsenal's hands. If Arsenal win all their games, they will win the title. പക്ഷെ ആർസണലിന്റെ ഫോം വെച്ചിട്ട്, എക്സ്പെഷ്യലി അവരുടെ ഡിഫൻസിന്റെ ഫോം വെച്ചിട്ട് തോന്നുന്നില്ല. എല്ലാരും വന്ന് അടിച്ചു കൂട്ടുന്നുണ്ട്. നല്ല 2 ഗോളായിരുന്നു. ബട്ട് സ്റ്റിൽ 2 ഗോൾ നല്ലതായിരുന്നു. ബാക്കിലായാലും അതെ, സോറി, സിറ്റിയുടെ ബാക്കിൽ തന്നെ നോട്ടിംഗ്ഹാം വന്ന് ഈവൻ ഗിബ്സ് വൈറ്റ് ബാക്കിൽ ഗോൾ ആയാലും ആൻഡർസന്റെ ലോങ് റേഞ്ചർ ആയാലും നല്ല 2 ഗോളാണ്. ബട്ട് എവിടേക്കോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അവർക്ക്. ക്ലീൻ ഷീറ്റ് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്നില്ല, പ്രഷർ സോക്കപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. എപ്പോ വേണേലും ഗോൾ വാങ്ങാം, ആ ഒരു അവസ്ഥയിലേക്ക് മാറുന്നുണ്ട്. മാത്രമല്ല ഹാലൻഡ് തിരിച്ചു വന്നിട്ടും ഹാലൻഡ് ഇപ്പൊ ഗോൾ അടിച്ചിട്ട് എത്ര ഇതായല്ലേ. ഹാലൻഡിന്റെ ഫിറ്റ്നസ് എനിക്ക് നല്ല സംശയമുണ്ട്. അവര് നിർബന്ധിച്ച് കളിപ്പിക്കുന്നതാണോ? അതിന് സാധ്യതയുണ്ട്. ഹാലൻഡ് അത്രയും ഇങ്ങനെ ഗോൾ അടിക്കാനുള്ളത് നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല ഇത്രയും മാച്ചുകളായിട്ട്. ഹാലൻഡിന്റെ അതനുസരിച്ചാണ് സിറ്റിയുടെ ചാൻസ് ഇനി കിടക്കുന്നത്. ഹാലൻഡ് ഇതേപോലെ തന്നെ പോവുകയാണെങ്കിൽ സിറ്റി എന്തായാലും ഒരു PL ലാസ്റ്റ് ഗെയിമിൽ എത്തില്ല. അതിനു മുമ്പ് തന്നെ ആർസണൽ ചാമ്പ്യൻസ് ആവുന്ന ചാൻസ് കാണുന്നുണ്ട്. ഈവൻ ആർസണലായിട്ടുള്ള മാച്ച് തന്നെ സിറ്റി തോറ്റ് അവിടെ വെച്ച് തന്നെ അത് തീരുമാനമാവുന്ന ഇതിലേക്ക് എത്തുന്നുണ്ട് കാര്യങ്ങൾ. അതെ, ആർസണലിന്റെ സ്റ്റൈൽ ഓഫ് പ്ലേ ആണ് കഴിഞ്ഞ ദിവസം ബ്രൈറ്റന്റെ മാനേജർ കാര്യമായി താങ്ങിയിട്ടുണ്ട്. അതെ അതെ അതെ. അപ്പൊ അവര് ടൈറ്റിൽ ജയിക്കുന്ന ടീം ഇങ്ങനെയുള്ള ഒരു ടീമായി മാറുന്നതിന്റെ ഒരു 2 പോയിന്റ് ഉള്ളത്. സ്ലോട്ടിന്റെ കാര്യവും ആർട്ടറ്റയുടെ കാര്യവും പറയുമ്പോൾ ഇതുപോലെ, ആസ് ലോങ് ആസ് യു വിൻ യുവർ സ്റ്റൈൽ ക്യാൻ ബി ജസ്റ്റിഫൈഡ്. ബട്ട് ദ മൊമെന്റ് യു ഡോണ്ട് വിൻ, അതിപ്പോ ആർസണൽ ഫാൻസ് ആണെങ്കിലും ആർട്ടറ്റ ഇങ്ങനെ കളിക്കുന്നത് അവരും സഹിക്കുന്നുണ്ട്. അതായത് പണ്ട് ആർസണൽ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ക്ലോപ്പിന്റെ ലിവർപൂൾ അല്ലെങ്കിൽ ഒക്കെ പറയുന്ന പോലെ ഇറ്റ് വാസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫുട്ബോൾ. ദെൻ വെങ്കർ വെന്റ് ഇൻ ടു മറ്റേ എമിറേറ്റ്സ് സ്റ്റേഡിയം ഉണ്ടാക്കുന്നതിന്റെ തിരക്കിലായി പോയി. ദെൻ ടോപ്പ് 4 ടീമായി മാറി. ഇപ്പൊ വീണ്ടും ലീഗ് അടിക്കുന്ന ടീം ആവുമ്പോഴും ലീഗ് അടിക്കുന്ന ടീമിന് എങ്ങനെയും കളിക്കാം, ആസ് ലോങ് ആസ് അവർ ലീഗ് അടിക്കണം.
ആർസണൽ ഇങ്ങനെ കളിച്ച് ലീഗ് അടിച്ചില്ലെങ്കിൽ then it's a big problem. ഇത് ഗ്രീസ് മറ്റേ യൂറോ 2004 ജയിച്ച പോലെ ജയിച്ചത് കൊണ്ട് ഇറ്റ്സ് ഓക്കെ, പക്ഷെ ജയിച്ചില്ലെങ്കിൽ then questions will be asked. എനിക്ക് തോന്നുന്നു റയൽ മാഡ്രിഡും ബാഴ്സയൊക്കെ അങ്ങനത്തെ ടീം മാത്രമായിരിക്കും പഴയ റോമന്റെ ചെൽസി പ്രോബബ്ലി ജയിച്ചാലും അട്രാക്റ്റീവ് ഫുട്ബോൾ കളിക്കണം എന്ന് വാശിയിൽ മാനേജേഴ്സിനെ മാറ്റുന്നതൊക്കെ. പക്ഷെ ഇന്നത്തെ കാലത്ത് ജയിച്ചു കഴിഞ്ഞാൽ യു കൻ ഓൾവേസ് ഡിഫെൻഡ്. ഇൻ ദി എൻഡ് ദേ വൺ ദി ലീഗ്. ഇപ്പം സ്ലോട്ടന്റെ ഫുട്ബോൾ കഴിഞ്ഞ സീസൺ ഇറ്റ് വാസ് നോട്ട് എക്സ്പാൻസീവ് ആൻഡ് ബ്യൂട്ടിഫുൾ അറ്റ് ഓൾ ടൈംസ്. ഇറ്റ് വാസ് ഓൾ കൺട്രോൾ 2-0s 1-0s സെക്കൻഡ് ഹാഫ് പെർഫോമൻസസ്. ലീഗ് അടിച്ചത് കൊണ്ട് ആരും ഒന്നും പറയുന്നില്ല. അതേ സ്ലോട്ടിന്റെ മാച്ച് ഈ വർഷം പാളിപ്പോയപ്പോ എല്ലാവർക്കും ഫസ്റ്റ് ഹാഫ് സ്ലോ ആയി നമുക്കും തോന്നും ഇതെന്താ എങ്ങനെ കളിക്കുന്നതെന്ന് തോന്നും. എനിക്ക് വേറൊരു കമ്പാരിസൺ തോന്നുന്ന ആർസണലിന്റെ അല്ലെങ്കിൽ ഇപ്പോ ഗ്രീസിന്റെ പറഞ്ഞപ്പോഴാ ലാലിഗയില് ഒരു സീസണിലെ അത്ലറ്റിക്കോ മാഡ്രിഡ് ചാമ്പ്യൻസ് ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ സിമിയോണിയുടെ സ്റ്റൈൽ ഓഫ് ഫുട്ബോളൊക്കെ അന്ന് ചർച്ച ഭയങ്കര അങ്ങനെയുള്ള അതിൽ വന്ന ഒരു സീസൺ വന്ന് ജയിച്ച് പോയ അതേപോലെ തന്നെയാണ് ഇപ്പോ ആർസണലിന്റെ അതും. ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോ ആൾക്കാർ അങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുക. അങ്ങനെയുള്ള ഒരു ഇപ്പൊ നമ്മള് ആർസണലിനെ കുറിച്ച് ഇൻവിൻസിബിൾ ആയാലും മറ്റേ വെങ്ങറിന്റെ സ്റ്റൈൽ ഫുട്ബോൾ എന്നൊക്കെ പറഞ്ഞാണ് കാണുക. ഇത് ഇവര് ലീഗ് അടിച്ചു കഴിഞ്ഞ ഒരു 5-6 വർഷം കഴിയുമ്പോ പറയുക ആർട്ടറ്റയുടെ എങ്ങനത്തെ ഒരു ഈ സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ. ആർസണൽ ജയിച്ചാൽ പോലും കുറച്ച് ഒരു 7 years 8 years 10 years കഴിഞ്ഞാലും ലെസ്റ്റർ ജയിച്ചു എന്ന് പറയുന്ന പോലെ ആർസണൽ ജയിച്ചു എന്നേ പറയൂ. People won't remember much. അത് പറയാൻ പറ്റില്ല. കാരണം ഈ ലീഗ് അടിച്ചു കഴിഞ്ഞാൽ ഹൗ ദേ കണ്ടിന്യൂ എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. നെക്സ്റ്റ് സീസൺ ഓൾസോ ഇഫ് ദേ ആർ വിന്നിംഗ് ലൈക്ക് ദിസ് ആൻഡ് ദ ഫോളോവിംഗ് സീസൺ പറ്റും തോന്നുന്നില്ല. അല്ല, എനിക്ക് ലെസ്റ്റർ ആയിട്ടുള്ള കമ്പാരിസൺ കറക്റ്റ് ആണെന്ന് തോന്നുന്നില്ല. അത്ലറ്റിക്കോ മാഡ്രിഡ് പിന്നെ അവരെപ്പോഴും ടോപ്പിൽ ഇങ്ങനെ വരുന്ന ടീമുകളാണല്ലോ. കാരണം ആർസണൽ കൺസിസ്റ്റന്റ്ലി സെക്കൻഡ് ഫിനിഷ് ചെയ്യുന്ന ടീമാണ്. ലാസ്റ്റ് 3 seasons they finished second. സോ അങ്ങനെ ലെസ്റ്റർ ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു സാധനം വിൽ ബി ദേർ. ആൻഡ് അതാ എന്റെ പോയിന്റ് അത്രേ ഉള്ളൂ. ഞാനിപ്പോ ആർസണൽ പോഡ്കാസ്റ്റ് കാണുന്നതിന്റെ കുറെ ആർസണൽ ഫ്രണ്ട്സ് പറയുന്നത് തന്നെയാണ്. അതായത് കളി കണ്ടിരിക്കാൻ പറ്റില്ല, പക്ഷെ it's been 22 years since they won the league. So now they've reached a point അവർക്ക് I don't blame. If I was an Arsenal fan ഞാനും അങ്ങനെ തന്നെ ആയിരിക്കും. എങ്ങനെയെങ്കിലും ഒന്ന് ജയിക്കണം എന്നുള്ള. and the moment they win the league they'll get better play. നമുക്ക് വേർഡ്സും അങ്ങനത്തെ ബെറ്റർ ഇസാക്ക് ഒക്കെ വന്ന പോലെ they will have a better choice of players as well. പിന്നെ ഒരു തവണ ലീഗ് അടിച്ച് കഴിയുമ്പോഴാണ് ഫാൻസ് വന്നിട്ട് പിന്നെ പറയുക അടുത്ത വർഷവും ഇതുപോലെ കളിച്ചു തുടങ്ങിയ അവര് പറയും ഇത് നടക്കില്ല, ഇങ്ങനെ കളിക്കാൻ പറ്റില്ല. അപ്പോഴാണ് ഈ പ്രശ്നം അതൊക്കെ ഉണ്ടാവും. ഇപ്പൊ ആരും മൈൻഡില്ല. ഇപ്പത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് 22 വർഷം ലീഗ് അടിക്കാത്തത് കൊണ്ട് ദ മൊമെന്റ് ആർട്ടറ്റ വിൻസ് ദ ലീഗ് പുള്ളി അവിടെ ഒരു കൾട്ട് ഫിഗർ ആവും. If they win the league, so പുള്ളിയുടെ പവർ അവിടെ കൂടും. It's interesting to see എന്താ സംഭവിക്കുന്നത്. Yeah. വേറെ we have to talk about relegation battle. West Ham ജയിച്ചു. ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ സ്പേഴ്സ് മാച്ച് കഴിഞ്ഞിട്ടില്ല. So Spurs are 1 point now. അല്ലേ? 1 point. Yeah. Spurs are 1 point ahead of West Ham. സീനാണ്, സീൻ കോൺട്രയാണ്. സ്പേഴ്സ് ഫാൻസ് കാണുന്നുണ്ടെങ്കിൽ എന്തൊന്നും അവസ്ഥ ഇത്. പാലസ് ഗെയിം കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ക്ലിയർ ആവും. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് ഒരു പോയിന്റ് കിട്ടി, വെസ്റ്റ് ഹാം ജയിച്ചു. സോ 1 point ലീഡ്സ് തോറ്റു. സോ അവിടെ ലീഡ്സ് ഇസ് ബാക്ക് ഇൻ എന്താ പറയാ റെലഗേഷൻ ബാറ്റിൽ. മാച്ച് ഞാൻ കണ്ടിട്ടില്ല, ജസ്റ്റ് റിസൾട്ട് പറഞ്ഞു. ബ്രെൻഫോർഡ് ഡ്രൂ വിത്ത് സൺഡർലാൻഡ്. അയ്യോ, നമ്മൾ ഇതിങ്ങനെ പ്രിവ്യൂ പറയണത് നമ്മുടെ റിവ്യൂ പറയണത് നമ്മുടെ പ്രിവ്യൂ വിട്ടുപോയി. കഴിഞ്ഞ പോഡ്കാസ്റ്റ് രണ്ടാമത് റീപ്ലേ അതേ സെറ്റപ്പ് അതേ നമുക്ക് ഒരു 10 ദിവസത്തേക്ക് മറക്കാം. കാരണം വി ഹാവ് ചാമ്പ്യൻസ് ലീഗ് ആക്ഷൻ ആൻഡ് FA കപ്പ് ആക്ഷൻ കമ്മിങ് അപ്പ്. കുറച്ചു നേരം ടോപ്പ് 4ഉം ഇങ്ങനത്തെ സാങ്കേതിക കാര്യങ്ങളൊക്കെ വിട്ടിട്ട് നമുക്ക് നോക്കൌട്ട് ഫുട്ബോളിന്റെ കാര്യം പറയാം. ലിവർപൂൾ നമ്മളിപ്പോഴും കോമ്പറ്റീഷനിലുള്ളത് നമുക്ക് ജയിക്കാൻ ചാൻസ് ഉള്ള രണ്ട്. അതെ അതെ അതെ. അതായത്
കുറേ നാളായിട്ട് കളിക്കാത്ത ടീമിന്റെ കൂടെ FA കപ്പിൽ കളിക്കാൻ ചാൻസ് കിട്ടുന്നത് വലിയൊരു അപൂർവമായ കാര്യമാണ്. വോൾസ് വേഴ്സസ് ലിവർപൂൾ, സെയിം സ്റ്റേഡിയം, സെയിം 2 ടീംസ്. റിസൾട്ട് എന്താவது അടുപ്പിച്ച 2 വോൾസിനോട് തോറ്റു കഴിഞ്ഞാൽ ഭയങ്കര നാണക്കേടായിരിക്കും. അതുകൊണ്ട് എന്തായാലും ഡ്രോ ആവില്ല, ഏതെങ്കിലും ഒരു ടീം ജയിക്കും. റീപ്ലേ ഒന്നുമില്ല. അപ്പോ ലൈനപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റിയോ എങ്കുമോഹ കളിച്ചേ പറ്റൂ, ഗാക്പോ ഇരുന്നേ പറ്റൂ, എക്കിറ്റിക്ക് പകരം കിയേസ കളിക്കുമായിരിക്കും. കാരണം ടേൺ ഓവർ ടൈം വളരെ കുറവാണ്. മിഞ്ഞാന്ന് കളിച്ചു, ഫ്രൈഡേ നൈറ്റ് ആണ് ഗെയിം. എല്ലാവരും മിസ്സാക്കണ്ട, ശനിയാഴ്ച എന്ന് വിചാരിച്ചിട്ട് എന്താ പറയാ മാച്ച് കാണാണ്ടിരിക്കണ്ട. വെള്ളിയാഴ്ച രാത്രി 1:30 അപ്പോ എന്താ കളി കാണുക, നേരെ അത്താഴം കഴിക്കുക അല്ലെ, നോമ്പുള്ളവർക്ക്, എന്നിട്ട് കിടന്നുറങ്ങുക. അപ്പോ എന്താണ് അവസ്ഥ? എന്താണ് FA കപ്പ്, എന്താണ് ചെയ്യപ്പോ? പ്രത്യേകിച്ച് ഒന്നുമില്ല, പോവുക, ഓൺ ഗോളെങ്കിൽ ഓൺ ഗോള്, കളി ജയിക്കുക. ശരിക്കും സുദീപ് പറയട്ടെ, ഞാൻ പിന്നെ ഒരു ഫ്ലൈറ്റ് വന്നപ്പോ ഞാൻ സ്ലോ കേട്ടിയതാ. ഓക്കെ, മാച്ചില് നമുക്ക് ഇത് കഴിഞ്ഞ മിഡ് വീക്കില് ചാമ്പ്യൻസ് ലീഗ് മാച്ച് ഉണ്ട്. അപ്പൊ അതും കൂടി നോക്കിയിട്ടായിരിക്കും മിക്കവാറും ലൈനപ്പ് വെക്കുക. എന്നാലും സ്ട്രോങ് ലൈനപ്പ് ലൈനപ്പിന്റെ കാര്യമല്ല, ഇത് FA നമുക്ക് ഇട്ട് തന്നൊരു ഫേവർ ആണോ അല്ലയെന്ന് അറിയില്ല. ബട്ട് ഇറ്റ്സ് എ വെരി ഗുഡ് തിങ് ദാറ്റ് വി ആർ പ്ലേയിങ് ഓൺ ഫ്രൈഡേ. കാരണം നമുക്ക് ഗാലറ്റാസറേ അവേ ആണ്, സോ ട്രാവൽ ഉണ്ട്. സോ ഫ്രൈഡേ വി ആർ ഗെറ്റിംഗ് 2 days എക്സ്ട്രാ ഫോർ പ്രിപ്പയറിംഗ് ഫോർ ഗാലറ്റാസറേക്ക്. ശരിയാണ്, ഇത് കഴിഞ്ഞിട്ടുള്ള റെസ്റ്റും വേണമല്ലോ ഇപ്പൊ കഴിഞ്ഞ മാച്ചിന്റെ. അതാണ് റിക്കവറി, ക്ഷീണം ഉണ്ടാവുമല്ലോ. റോബർട്ട്സും സ്റ്റാർട്ട് ചെയ്യും, അത് ഉറപ്പാണ്. ബാക്കിയുള്ള കാര്യം ഒന്നും പറയുന്നില്ല. ഗലത്സരെ മാച്ച് അത് പിന്നെ പറയാം. നമ്മുടെ മാച്ച് നടക്കുമെന്നുള്ള കാര്യത്തിന് ഒരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക്, വേറെ പ്രശ്നങ്ങളൊക്കെ നടക്കണ. എനിവേ, നമ്മള് വുൾസിന്റെ അടുത്ത് ഇപ്പോ തോറ്റു എന്നുള്ളത് ശരിയാണ്. പക്ഷെ വുൾസിന്റെ ഈ അടുത്തടുത്ത് മാച്ച് വരുമ്പോ നമുക്ക് ജയിക്കാനുള്ള ചാൻസ് കൂടുതലാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. റിയോ കളിക്കും, അതാണ് ഒരു വലിയ പോസിറ്റീവ്. എന്തായാലും ഗാക്പോ ഇറങ്ങില്ല, റിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല വ്യത്യാസം അവിടെ വരും. ഫ്രിംഗ്പോങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവില്ല, ഗോമസ് ആയിരിക്കും. അപ്പൊ ഫ്രിംഗ്പോങ് സെക്കൻഡ് ഹാഫിൽ വന്നും അവിടെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അത് വിങ് ബാക്ക് പൊസിഷനിൽ. പിന്നെ കേർട്ടീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ ഗ്രാം വെച്ച് റെസ്റ്റ് കൊടുക്കുമോ? കളിക്കും, റെസ്റ്റ് അല്ലായിരുന്നു, പക്ഷെ ഗ്രാം വെച്ച് കളിക്കും. 45 മിനിറ്റ് അതെ, വേർഡ്സ് വന്നിട്ടില്ല. നിയോനി കളിക്കാനുള്ള ഒരു ചാൻസ് ചിലപ്പം കുറച്ച് മിനിറ്റ്സ് കളിക്കുന്നു പറയുന്നുണ്ട്. സബായിട്ട് വരാൻ ചാൻസ് ഉണ്ട്, എനിക്കറിയില്ല. നമ്മൾ ജയിച്ചു നിൽക്കാനാണ് സാധ്യത. അപ്പൊ മിക്കവാറും ഇറങ്ങേണ്ടി വരില്ല, അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യണത്. അപ്പൊ വേർഡ്സ് ബെഞ്ചിലുണ്ടാവും, കളിക്കാൻ ചാൻസ് ഇല്ല. ഇത്ര എനിക്ക് ഫീൽ ചെയ്യണത് ഒരു ഈ നേരത്തെ പറഞ്ഞ അതേ സ്കോർ തന്നെ 0-2 ജയിക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. നേരത്തെ പ്രഡിക്ഷനൊക്കെ തോറ്റുപോയി, ശരിയായില്ല. പക്ഷെ ചില പ്രഡിക്ഷൻസ് ശരിയായി. എന്നാലും ഈ പ്രഡിക്ഷൻ മുഞ്ചിപ്പോയി, നമ്മുടെ എല്ലാവരുടെയും തെറ്റിപ്പോയില്ല. ഒരു തവണയും കൂടി 2ാം തരം 0-2 ജയിക്കും എന്ന് പറയും. മൂന്നാമതില്ലട്ടോ. ഇൻ ടേംസ് ഓഫ് സ്ക്വാഡ് റൊട്ടേഷൻ എന്തായാലും കുറച്ചെങ്കിലും ഉണ്ടാവും. ഗോമസ് സ്റ്റാർട്ട് ചെയ്യും, റോബർട്ട്സൺ സ്റ്റാർട്ട് ചെയ്യും, റിയോ സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്, കിയേസ സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്, കേർട്ടിസ് സ്റ്റാർട്ട് ചെയ്യും. സോ ഇത്രയെങ്കിലും ചേഞ്ച് ഉണ്ടാവും. പ്രോബബ്ലി ആലിസണും ബെഞ്ചിലായിരിക്കും, മാമ സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും. ഈ ഒരു ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതുകൊണ്ട് ടീം ബിൽഡിങ്ങും മൊറാലും മാറും എന്ന് പറയാനൊന്നുമില്ല, അല്ലെങ്കിൽ ലോ ആണല്ലോ. ഇനിയിപ്പോ മാറാൻ മേലോട്ടേക്കുള്ളൂ, അതായിട്ടില്ല. ഇന്ന് ഗ്രൂപ്പില് ഒരാള് പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് നമ്മൾ ചിലപ്പോൾ ചാമ്പ്യൻസ് ലീഗ് ജയിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം ചാമ്പ്യൻസ് ലീഗിൽ വുൾസ് ഇല്ലല്ലോ. പക്ഷേ ചാമ്പ്യൻസ് ലീഗിൽ ആർസണൽ ഉണ്ടല്ലോ. അതെ, എന്റെ പ്രൊഡിക്ഷൻ പെനാൽറ്റിയിലോട്ട് പോകും. എന്നിട്ട് മാമദാഷ്വലി പെനാൽറ്റി സേവ് ചെയ്ത് ഹീറോ. പെനാൽറ്റിയിലൊക്കെ മിക്കവാറും മാമ സേവ് ചെയ്യും, അതിന് മുന്നേ സേവ് ചെയ്യും എന്നുള്ളതാണ്.
മറ്റ് FA കപ്പ് ഗെയിംസ് നല്ലതുള്ളത് ന്യൂകാസൽ ന്യൂകാസൽ സിറ്റിയാണ്. ആക്ച്വലി റെക്സാം, ചെൽസി, വെസ്റ്റ് ഹാം, ബ്രെൻഫോർഡ് ഇതൊക്കെയാണ് മെയിൻ ഗെയിംസ്. ന്യൂകാസൽ സിറ്റി വിൽ ബി എ ഗുഡ് ഗെയിം. അവേ ആണ് സിറ്റിക്ക്. അപ്പോ വീണ്ടും സെന്റ് ജെയിംസസ് പാർക്ക് അറ്റ് നൈറ്റ് ആണ്. സോ സിറ്റിയുടെ ഈ ഫോം വെച്ചിട്ട് മിക്കവാറും ഐ എം എക്സ്പെക്ടിങ് ന്യൂകാസൽ ടു വിൻ. ആക്ച്വലി സിറ്റി മേ റെസ്റ്റ് ഫ്യൂ ഗെയിംസ് അല്ലെ ഫ്യൂ പ്ലേയേഴ്സ്. സിറ്റിക്ക് ചെയ്യേണ്ടി വരും, കാരണം റയൽ മാഡ്രിഡ് ആണ് മിഡ് വീക്ക്. അപ്പം പക്ഷെ ന്യൂകാസിലൊക്കെ വിശ്വസിച്ച് ചെയ്യാൻ പറ്റുന്ന ടീമല്ല. അവര് ഇന്നലെ കളിച്ചു, എന്ന് വെച്ച് നാളെ കളിക്കണമെന്നില്ല. അതില്ല. തോക്കുന്നതായിരിക്കുമ്പോ ജയിക്കും, അങ്ങനെ ഒരു ടീം. അപ്പോ ജയിച്ച് നിക്കുകയാണെന്നൊക്കെ പറയുമ്പോ അതായത് അതിന്റെ കോമഡി ഇപ്പൊ ഓവിൻ പറഞ്ഞതിന്റെ കോമഡി, അതായത് സിറ്റിക്ക് റെസ്റ്റ് ചെയ്തേ പറ്റൂ, മിഡ് വീക്ക് റയൽ മാഡ്രിഡ് ആണ്. അപ്പൊ ന്യൂകാസിൽ ബാഴ്സലോണയാ. അതൊരു ബാധകല്ലല്ലോ. സിറ്റിക്ക് ജയിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം അവിടെ എംബാപ്പെ കളിക്കൂല, റോഡ്രിഗോ ഇല്ല, പിന്നെ ട്രെൻഡ് കളിക്കും. ഈ ഒരു അവസ്ഥയിൽ അത് സിറ്റിക്ക് പ്ലസ് പോയിന്റ് ആണ്. സീക്രട്ട് ആയിട്ട് ഫോൺ വിളിച്ചിട്ടുണ്ടാവും, നമുക്ക് രണ്ടുപേർക്കും സെക്കൻഡ് ടീമിനെ ഇറക്കാം എന്ന് പറഞ്ഞ് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ നടക്കും. ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല, രണ്ടുപേരും ജയിക്കാൻ തന്നെയാ നോക്കുള്ളൂ. നല്ല സ്ട്രോങ് ടീമിനെ തന്നെ ഇറക്കും. നെക്സ്റ്റ് മിഡ് വീക്ക് ഒരു രക്ഷയില്ല. നമുക്ക് അതിന്റെ പ്രിവ്യൂ പൊളിക്കണുണ്ടോ? ചാമ്പ്യൻസ് ലീഗ് പ്രിവ്യൂ ചെയ്യണം, പൊളിയായിട്ട്. എന്താ മാച്ച് ഒക്കെ? ന്യൂകാസൽ, ബാഴ്സലോണ, അത്ലറ്റിക്കോ, ടോട്ടനം, PSG, ചെൽസി, റയൽ മാഡ്രിഡ്, മാൻ സിറ്റി. ന്യൂകാസൽ എത്ര കാലത്തിന് ശേഷമാണ് ഈ റൗണ്ട് ഓഫ് 16 എത്തുന്നത് UCL? ആര്? ന്യൂകാസല് ഒരുപാടായില്ലേ? സെന്റ് ജെയിംസ് പാർക്ക് കിട്ടലായിരിക്കും കേട്ടോ. ഒരു രക്ഷ ഉണ്ടാവില്ല. ബാഴ്സലോണ അത്ര വിചാരിച്ച ഈസി ആവില്ല. ഡിപ്പെൻസ് അവരുടെ ഫിറ്റ്നസ്, ദ ടീം ദാറ്റ് പ്ലേസ് ഓൺ देयर ഡേ. സി ന്യൂകാസൽ ശരിക്കും പറഞ്ഞ പ്രോപ്പർ കപ്പ് ടീമാ. ഓൺ देयर ഡേ ആ ക്രൗഡിൽ അറ്റ് സെന്റ് ജെയിംസസ് പാർക്ക് ദേ ക്യാൻ ബീറ്റ് എനിബഡി. അതാണ് ആ ക്രൗഡ്. ഒരു ആൻഫീൽഡ് അല്ലെങ്കിൽ ഒക്കെ പറയുന്ന പോലത്തെ ഒരു ഫീൽ, ഒരു ഡോട്ട്മണ്ടിന്റെ സ്റ്റേഡിയം എന്നൊക്കെ പറയില്ല നമ്മള്, ഗാലറ്റസറേ സ്റ്റേഡിയം. they have that thing, പക്ഷെ on their day അത്ര ഉള്ളൂ. ഈവൻ PSG സ്റ്റേഡിയം ഭയങ്കര underrated ആണ്. It's a very 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 difficult place to play. എല്ലാത്തിനെയും കുറിച്ച് പറഞ്ഞു. റെക്സാം, ചെൽസിനെ കുറിച്ച് സുദീപിന് എന്തെങ്കിലും എക്സ്ട്രാ പറയാനുണ്ടോ? റെക്സാം ചെൽസി, റെക്സാമിന്റെ ചാമ്പ്യൻസ് ലീഗിലെ മാച്ച് മുഴുവൻ കാണാൻ പറ്റാറില്ല, ഹൈലൈറ്റ്സ് ഒക്കെ കാണാറുണ്ട്. നന്നായിട്ട് അവർ അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന ടീമാണ്. നല്ലോണം അവരെ സബായിട്ട് വരുന്ന കളിക്കാരും ഒക്കെ കോൺട്രിബ്യൂഷൻ ഒക്കെ ചെയ്യും. നല്ല ടീമാണ്. അവർക്കാണെങ്കിൽ മിഡ് വീക്ക് മാറി മാറിയൊക്കെ കളിച്ച് നല്ല പരിചയമുണ്ട്. ചാമ്പ്യൻഷിപ്പിലാവുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാച്ചുകൾ വരുമല്ലോ, കൂടുതൽ മാച്ച് ഉണ്ടല്ലോ. അപ്പൊ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റും അടുത്തടുത്ത് മാച്ച് വരുന്നത്. അവർ ചിലപ്പോ ജയിക്കാം, പറയാൻ പറ്റില്ല. ചെൽസി പറയുമ്പോഴാണ് വി ആർ പ്ലേയിങ് റെക്സാം ഇൻ അമേരിക്ക പ്രീ സീസൺ. അതെ നമ്മൾ അനൗൺസ് ചെയ്തു. അതെ, അത് നമ്മുടെ പ്രീ സീസൺ ടൂറിൽ മാച്ച് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. റെക്സാം നല്ല എക്സൈറ്റിംഗ് ആയിരിക്കും കേട്ടോ. മാച്ച് നല്ല മാച്ച് ആയിരിക്കും. റെക്സാം ചെൽസി മാച്ച് എന്തായാലും അത് കാണാൻ. ചെൽസി ജയിക്കണ്ടാവും, പക്ഷെ നല്ല രസമുള്ള മാച്ച് ആയിരിക്കും. ഒരു അപ്സെറ്റ് ഉണ്ടായാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്നുള്ളത് മാത്രം. ചെൽസി ജയിക്കും. അപ്സെറ്റിന് ചാൻസ് ഇല്ല. ചെൽസി സ്ക്വാഡിൽ ഇനഫ് പ്ലേയേഴ്സ് പ്രഡിക്ഷൻസ് ഒന്നുമില്ല. ഐ തിങ്ക് സിറ്റി, ന്യൂകാസൽ, അഗൈൻ ന്യൂകാസൽ പറഞ്ഞ പോലെ ഡിപെൻഡ്സ് ഓൺ വിച്ച് ന്യൂകാസൽ ടേൺസ് അപ്പ്. But I'm not fully discounting City losing there, to be honest. Chelsea will win. I think Brentford will probably win against West Ham as well. അല്ലേ? അതെ. എന്തായാലും മാച്ചുകളൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ആയി കിടക്കുകയാണ് അല്ലേ? പല ഫ്രൈഡേ മാച്ചസ് ഉണ്ട്, അങ്ങനെ കുറെ മാച്ചസ്. അതെ, എന്തായാലും ശനിയാഴ്ച മൂന്ന് മാച്ച് ആണോ? ശനിയാഴ്ച സുദീപിന് സൈക്ലിംഗ് ഉണ്ടല്ലോ. സൈക്ലിംഗ് ഉണ്ട്, അതാണ് ശനിയാഴ്ച പോയ സൈക്ലിങ്ങിനെ കുറിച്ചുള്ള അനാലിസിസ് ഒക്കെ ഉണ്ടാവും. അതെ, അത് സൈക്ലിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോമ്പറ്റീഷൻ ആണ് നടക്കാൻ പോണത്. സ്ട്രാഡെ ബിയാങ്കെ എന്ന് പറഞ്ഞിട്ടുള്ളത്.
അതില് അതേപോലെ ബേസ്ബോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതെ. ബേസ്ബോൾ ഫാൻസിന് സമയം ഉണ്ടെങ്കിൽ അതിരുതൊക്കെ കാണുക. പിന്നെ അത് ഒബ്വിയസ്ലി തന്നെ, സൺഡേ ഇന്ത്യ ന്യൂസിലൻഡ് T20 വേൾഡ് കപ്പ് ഉണ്ട്. അപ്പോ വീക്കെൻഡ് മൊത്തം മാച്ചസ് ഉണ്ട്. അത് കഴിഞ്ഞ് അതെ, 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 ചാമ്പ്യൻസ് അതെ. ലീഗ് പണിയില്ലാത്തവർക്ക് എന്തായാലും നല്ല ടൈം. ശനിയാഴ്ച ഏകദേശം ഒരു 6 മണി മുതല് തുടങ്ങായി ഓരോന്നായിട്ട്. സൈക്ലിംഗ് ആദ്യം തീർക്കണം. സൈക്ലിംഗ് തീർന്നു കഴിഞ്ഞാൽ അടുത്ത മാച്ചിലേക്ക് കടക്കണം. ചെൽസി റെക്സാം മാച്ച്, അത് കഴിഞ്ഞ് ന്യൂ കാസിൽ സിറ്റി, അത് കഴിഞ്ഞ് ബേസ്ബോൾ ആ സമയത്തായിരിക്കും. ആക്ച്വലി ക്വൈറ്റ് ഗുഡ് നോ. അല്ല, അത് കഴിഞ്ഞിട്ടല്ലേ ബേസ്ബോൾ സ്റ്റാർട്ട് ചെയ്യാം. ബേസ്ബോൾ ഗ്രൂപ്പ് സ്റ്റേജ് ആണ് ഇപ്പൊ. ഗ്രൂപ്പ് സ്റ്റേജ് അപ്പൊ അതെല്ലാം കാണണം. ഒക്കെ കഴിഞ്ഞിട്ട് രാവിലെ ഒരു 8 മണിയാകുമ്പോൾ ഉറങ്ങണം. അത് രാവിലെ കിടന്നുറങ്ങും. അങ്ങനെയാണല്ലോ സൺഡേ ഉറങ്ങാനുള്ള സമയം. സൺഡേ സൈക്കിൾ ഓട്ടാൻ പോകാൻ പറ്റില്ല എന്നുള്ളൂ. കുഴപ്പമില്ല, ഇതൊക്കെ കാണാൻ പറ്റിയിട്ടാണല്ലോ, വേറെ കുഴപ്പമില്ല. എന്താണ് നോക്കണേ? ബേസ്ബോൾ നല്ല മാച്ച് തുടങ്ങിയിട്ടുള്ളൂ, ആയിട്ടില്ല. ഓക്കെ ഓക്കെ. ഇന്നലെ ഈ റെഡ് സോക്സിന്റെ ഈ പ്രാക്ടീസ് മാച്ചുകളൊക്കെ കഴിഞ്ഞ സ്പ്രിംഗ് ട്രെയിനിങ് തുടങ്ങി. അതെ, ട്രെയിനിങ് തുടങ്ങി. യാങ്കീസ് ആയിട്ടുള്ള മാച്ച് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഈ മാസം മൊത്തം സ്പ്രിംഗ് ട്രെയിനിങ് ആയിരിക്കും. മോസ്റ്റ്ലി മാർച്ച് 27th or 28th സീസൺ സ്റ്റാർട്ട് ചെയ്യുന്ന. ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു കാര്യം വിട്ടുപോയി, F1 സ്റ്റാർട്ടിംഗ്. എപ്പോഴും ഭയങ്കര കോമഡി ആയിരുന്നു. മീൻസ് കോമഡി അല്ല, ഈ യുദ്ധം നടക്കണ കാരണേ പല അതിന്റെ വെസ്റ്റാപ്പന്റെ ഒരു സാധനം കണ്ടിരുന്നു. വെസ്റ്റാപ്പൻ നേരെ ഓസ്ട്രേലിയയിൽ വന്നാ മതി. ആള് ഫ്ലൈറ്റില്, സ്വന്തം ചാർട്ടേഡ് ഫ്ലൈറ്റിൽ അവിടെ വന്ന്, അവിടെ അബുദാബിയിൽ വന്നിട്ട് അവിടെ ഫ്യൂല് നിറയ്ക്കാൻ വേണ്ടി ഇറങ്ങി. അവിടെ പൊങ്ങാൻ പറ്റുമോ എന്നൊക്കെ ഡൗട്ടൊക്കെ ആയിരുന്നു. പക്ഷെ അവിടുന്ന് കയറി ഓസ്ട്രേലിയയിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ പല ഈ സപ്പോർട്ട് സ്റ്റാഫുകൾ ഇതൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ ഓരോ സാധനങ്ങളും ടെസ്റ്റിംഗും പരിപാടിയൊക്കെ. അതന്നെ അത് ഈ ഫാർ ഈസ്റ്റിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കണ കാരണം അത് അങ്ങോട്ട് എത്താൻ പറ്റാനുള്ള ഓരോന്ന് ലോജിസ്റ്റിക്സ് എത്തിക്കാനുള്ള പ്രശ്നങ്ങള്. അതല്ല, വേറെ ആസ്റ്റൺ മാർട്ടിന്റെ ഒക്കെ കഥ ഇപ്പൊ ഈ അടുത്തൊരു ഇത് വന്നിരുന്നു. ഈ മറ്റേ ഒട്ടും ഓടിക്കാൻ പറ്റാത്ത വണ്ടിയാണ് എന്നുള്ള 25 മിനിറ്റ് ഓടിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ ഫിംഗേഴ്സ് 25 ലാപ്പേ പറ്റിയുള്ളൂ. അതെ, ട്രോളിനാണെങ്കിൽ 15 പറ്റിയുള്ളൂ. ആൾക്ക് ഓൾറെഡി റിസ്റ്റ് ഇഞ്ചുറി ആണ്. അപ്പൊ അത് വെച്ചിട്ട് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സബ്ജക്ട് മാറിപ്പോയി. നമ്മൾ വേറെ എത്തി. എല്ലാ സ്പോർട്സിന്റെയും പോഡ്കാസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പറയൂ, നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കുന്നതാണ്. ഇപ്പോഴല്ല, കുറച്ച് ടൈം കഴിഞ്ഞിട്ട്. എനിവേ, വോൾഫ്സ് വേഴ്സസ് ലിവർപൂൾ നാളെ രാത്രി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടൈം നമ്മള് ഇരിക്കുമ്പോ ലിവർപൂൾ അടുത്ത റൗണ്ടിലെത്തി, ഇന്ത്യ വേൾഡ് കപ്പ് ജയിച്ച്, അല്ലെ, എല്ലാ നല്ല കാര്യങ്ങളും സംഭവിക്കട്ടെ, യുദ്ധം അവസാനിക്കട്ടെ. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഓബിന് ചിലപ്പോ ഞങ്ങൾ ടിവിയിൽ കണ്ടെന്ന് വരും. അത് അടുത്ത പോഡ്കാസ്റ്റ് കഴിഞ്ഞിട്ട്. സർപ്രൈസ് ആണ്. എല്ലാ ചാനലും എടുത്ത് നോക്കുക. റിപ്പബ്ലിക് അല്ല. അപ്പൊ ശരി, ബൈ.